ഐ മീൻ വില്ലന്മാർ. സിനിമയിലാണെങ്കിൽ വില്ലന്മാർ. ഇത് ജീവിതമാണ്. അപ്പോൾ തന്നെ ഇപ്പം എല്ലാ വില്ലന്മാർക്കും സുഖം തന്നെ എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പേടി എന്നേക്കുമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം എൻ്റെ അച്ഛൻ മരിച്ച ദിവസം, അതായത് മെയ് 13-ാം തീയതി, വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ എനിക്ക് 27 വയസ്സാവാൻ പോകുന്നു ഈ ജൂലൈയിൽ. അപ്പോൾ 27 വർഷങ്ങൾക്ക് മുന്നേ പറയാം. സ്വന്തം സഹോദരിയുടെ വീട്ടിലേക്ക് ബാലരാമപുരം, അതാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥലം. സഹോദരിയുടെ വീട്ടിലേക്ക് എന്നെയും അമ്മയും പറഞ്ഞയക്കണം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടി, ചേർക്കാൻ വേണ്ടിയിട്ട്, LKG ചേർക്കാൻ വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ടാണ് സഹോദരിയുടെ അടുത്ത് പറഞ്ഞു വിടുന്നത്. സഹോദരി, അതായത് എൻ്റെ അച്ഛൻ്റെ സഹോദരി, എൻ്റെ അച്ഛന് 3 സഹോദരിമാരും 2 സഹോദരന്മാരുമാണുള്ളത്. അതിലൊരാൾ മരിച്ചു, ഒരാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഒരു സഹോദരിയുടെ വീട്ടിലേക്കാണ് പറഞ്ഞയക്കുന്നത്. അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയില്ലേ, ഈ സഹോദരിയാണ് നോക്കി വളർത്തി. ആ സഹോദരിയുടെ വീട്ടിലേക്കാണ്, അതായത് അമ്മയ്ക്ക് തുല്യമാണ് അവരുടെ വീട്ടിലേക്കാണ് പറഞ്ഞയക്കുന്നത്. ഞങ്ങൾ സെപ്പറേറ്റ് താമസിക്കുകയാണ്, ഞാനും എൻ്റെ അമ്മയും അച്ഛനും. വയ്യാമുല എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തിലെ ഒരു സ്ഥലത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് പറഞ്ഞയക്കും. ഈ പറഞ്ഞയക്കുന്ന സമയത്ത് ചേച്ചി, അതായത് ഈ പറഞ്ഞ ശാന്ത എന്നാണ് അവരുടെ പേര്. എനിക്ക് അവർ മാമിയായിട്ട് വരും. ഇത് ജ്യോതിഷ് പോറ്റിയുടെ അമ്മയാണ്. ജ്യോതിഷ് പോറ്റി എന്ന് പറയുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയാണ്, അദ്ദേഹത്തിൻ്റെ മാമിയാണ് എൻ്റെ അമ്മ. പക്ഷേ ഇപ്പം സൂര്യധാരയുടെ മാത്രം അമ്മയാണ്. അദ്ദേഹത്തിൻ്റെ മാമിയാണെന്ന് പറയാൻ ഞങ്ങൾ ലജ്ജിക്കുന്നു. അപ്പോൾ 6th സെൻസിൽ മുൻകൂട്ടി അറിഞ്ഞതുപോലെ സഹോദരന് വെള്ളമുണ്ട്. അതായത് ഒന്ന് ഇട്ടേക്ക് വരുമ്പോൾ, ഓൾറെഡി വീട്ടിലേക്ക് വരുമ്പോൾ പോകുന്നുണ്ട്, പുറപ്പിക്കാൻ വേണ്ടി വെള്ളമുണ്ട്, കൊടുത്തു വിടുവാണ്. ആര്? ഈ സഹോദരി, അതായത് ശാന്ത എന്ന ഒരു സ്ത്രീ. എല്ലാവരും വളരെ
മുന്നിൽ നടന്ന സകല സംഭവങ്ങളും എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അതാണ് വേറൊരു കാര്യം. അതായത് നടക്കുന്ന പരിവാണ് ഞാൻ ആ സമയം ഓടി നടക്കുന്നത്. അപ്പം അമ്മയെ ഞാൻ കഥ തുറക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനാണ് ആ ഡോറ് തുറന്നത്. പകുതി ചാരി വെച്ചിരുന്നു. റൂം ഫുൾ ഇരുട്ടായി കിടന്നു. അപ്പം അച്ഛൻ പറഞ്ഞത് ഞാൻ റെഡിയായിട്ട് നിൽക്കാം, നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കിട്ടും. അതേ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഞാൻ ഈ ഹാളിൽ കയറിയുള്ളൂ. ഹാളിൽ കയറിയപ്പോൾ ഫുൾ ഇരുട്ടാണ്. ലൈറ്റ് ഇടണം. ലൈറ്റ് ഇടാൻ എനിക്ക് എത്തത്തില്ല. അപ്പം ഞങ്ങളെ ഫാമിലി ഫോട്ടോ അവിടെ തൂക്കിയിട്ടുണ്ട്. അത് ഒരു ടേബിളോടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കയറിയിട്ടാണ് ഞാൻ ലൈറ്റ് ഓൺ ആക്കുന്നത്. പഴയ വീടാണ്. അപ്പം വലിയ ഹൈറ്റൊന്നുമില്ല. അങ്ങനെ അപ്പോൾ കയറി ഞാൻ സ്വിച്ച് ഇട്ടപ്പോൾ ഞാൻ ആണെന്ന് കഴിച്ചു. എൻ്റെ അച്ഛനെ ഹാങ്ങിങ് ചെയ്ത് നോക്കി. എൻ്റെ അച്ഛൻ്റെ കാല് നിലത്ത് തൊട്ട് കൊടുക്കണം. പാൻറ്റും ഷോപ്പും ഒക്കെ ഇട്ട് ഇൻസേർട്ട് ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായിട്ട് കുഴിയൊക്കെ ഇട്ട് അങ്ങനെ നിർത്തിയിരിക്കുക. താഴെ ബ്ലഡുണ്ട്. സോ ഈ കാഴ്ച ഇത് കണ്ടുകൊണ്ടേ ഞാൻ എൻ്റെ അമ്മയെ വിളിക്കും. അമ്മയും പറഞ്ഞു വിളിച്ചു. അത്ര എനിക്കറിയാം. അത് കഴിഞ്ഞ് പോവാണ്. ഇത് കഴിഞ്ഞ് ഷോക്കായിരുന്നു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഓരോരുത്തരാണ്. ഇതാണ് അവിടെ ഉണ്ടായ സീൻ. ശരി. അപ്പം ഇതിന് ശേഷം വല്യച്ഛനെന്ന് അറിയുന്നത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേര് സുകുമാരൻ നായർ. നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയപ്പെടേണ്ട വില്ലന്മാരാണ്. നിങ്ങൾ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട വില്ലന്മാരാണ്. വില്ലന്മാരും വില്ലത്തികളുമാണ്. അവർ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റ്, സിനിമയെ വെല്ലുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടിരിക്കുകയില്ല. അപ്പം നിങ്ങളും അറിയപ്പെടണം. സംവിധാനം മാത്രം അറിയപ്പെട്ട കേട്ടേ, നിങ്ങളും അറിയപ്പെടട്ടെ, അറിയപ്പെടണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്, പേര് പറയുന്നത് ക്ലിയറായിട്ട്. സോ സുകുമാരൻ നായർ കൂടല്ലൂർ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ കൂടല്ലൂർ വീട് എന്ന് പറയുമ്പോൾ സുകുമാരൻ നായരുടെ എൻട്രി ആയി. സുകുമാരൻ നായരുടെ എൻട്രി ആയപ്പോൾ എന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട്സിനെ ഒന്നും ഈ കാര്യങ്ങളൊന്നും ഇവരെ അറിയിച്ചില്ല. മരിച്ച കാര്യമോ വിവരങ്ങളോ ഒന്നും അവരെയൊന്നും അറിയിച്ചില്ല. ബന്ധുക്കാരെ മാത്രമായിട്ട് അറിയിച്ചു. ഈ വന്ന ബന്ധുക്കാർ മുഴുവൻ സൂപ്പർ ഡ്രാമ ആർട്ടിസ്റ്റുകളാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ മരണം രണ്ടു കൂട്ടർക്കും നേട്ടമുള്ളതായിരുന്നു. സ്വന്തം അനിയനെ അടക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സമയമില്ല. എങ്ങനെയെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ചടങ്ങ് തീർക്കും. ആരെങ്കിലും സംശയമുണ്ടോ പോലീസ് ചോദിക്കും. അതിൻ്റെ ഒന്നും സംശയമൊന്നുമില്ല. അത് അവർ തന്നെത്താനെ ചെയ്തത്. അവിടെ ഒരു കുറിപ്പും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് എൻ്റെ അച്ഛൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലെന്നുള്ളത് 100% വ്യക്തമാണ്. ഈ കൊല്ലാൻ വന്നവരെ എഴുതി വെച്ചിട്ട് പോയതായിരുന്നു. മകളെ പൊന്നുപോലെ നോക്കി വളർത്തും. അപ്പം ഈ പൊന്നു എന്ന് പറയുന്ന വാക്ക് ഒരു കുപ്രസിദ്ധമുണ്ട്. ഇപ്പോഴും അയാളുടെ സംസാരിക്കുന്ന കാര്യങ്ങൾ അതോടെ നിൽക്കട്ടെ. അത് ഞാൻ മാറ്റി പറഞ്ഞു. ശരി. അപ്പം തീർന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ക്ഷമയോടെ കേൾക്കുക. ഇതിന് ശേഷം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പുള്ളി വന്ന് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് അടക്ക് കർമ്മങ്ങളൊക്കെ പെട്ടെന്ന് അടക്കി എൻ്റെ അച്ഛനെ തെളിപ്പിക്കാനാണ് സാർ. അതുകൊണ്ട് സ്വന്തം സ്ഥലത്ത് എൻ്റെ അച്ഛൻ അതായത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഇവർ ഭീഷണിപ്പെടുത്തി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ച സ്ഥലം പതിനാമത്തെ കുടുംബസ്വത്ത്, ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി, അതായത് എനിക്ക് അവകാശപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെ സ്വത്താണ്. മനസ്സിലായത്? പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന സ്വത്താണ്.
കണ്ടിന്യൂസ് ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ അറിയപ്പെടാനാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്, പേരുകൾ പറയുന്നത്. അപ്പോൾ സുകുമാരൻ നായർ, ജയന്തി സുബു, ശാന്ത, ജ്യോതിഷ് പോറ്റിയിലേക്ക് ഞാൻ വന്നില്ലായിരുന്നു. ജ്യോതിഷ് പോറ്റി ഫ്രെയിമിലേ ഇല്ല. മാമനാണ് ജ്യോതിഷ് പോറ്റി. മരിച്ച സമയത്ത് ജ്യോതിഷ് പോറ്റി ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ മനസ്സിലാക്കണം. അന്ന് ജ്യോതിഷ് പോറ്റി വളരെ കഷ്ടപ്പാടിൽ കിടക്കുന്ന സമയമായിരുന്നു ജ്യോതിഷ് പോറ്റി നോട്ട് പോയി. ശരി, അടുത്ത കാര്യം വന്ന് എങ്ങനെയെങ്കിലും മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തി. ഈ ബോഡി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റി എഴുതി, തിരുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി, മരണകാരണം സ്വന്തമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്തി എഴുതിച്ചു. ഇപ്പം കൂടെ നിന്ന് മരിച്ച് അടക്കം വരെ ഈ വലിയച്ഛൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളെ ബന്ധുവിൽ റിലേറ്റീവ് ഉണ്ട്. അദ്ദേഹം എന്നെ ഒരുപാട് കുഞ്ഞിൽ നോക്കിയിട്ടുള്ളതാണ്. എന്നെ വളർത്തിക്കൊണ്ടുവന്നതിലൊക്കെ ഒരുപാട് പങ്ക് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയിലുണ്ട്. ഒന്ന് രാജേന്ദ്രൻ എന്ന് പറയും, ഒന്ന് ലതാദേവി. നിങ്ങളും അറിയപ്പെടേണ്ടവരാണ്. നിങ്ങളാണ് സത്യത്തിൽ കുറച്ചും കൂടെ കൂടുതൽ അറിയപ്പെടേണ്ട വ്യക്തികൾ. സൂര്യധാര അല്ല. കാരണം ഇത്രമാത്രം വില്ലത്തനം സിനിമയിൽ ഒന്നും ആരും കണ്ടു കാണത്തില്ല. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കരയൂങ്കാർ പ്രത്യേകിച്ച് കേൾക്കണം. NSS കരയൂങ്കാർക്ക് സൂര്യധാര ഒരു ദ്രോഹവും സൂര്യധാരയുടെ അമ്മയും ചെയ്തില്ല. എന്നെ തിരഞ്ഞിട്ട് വേട്ടയാടുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇത് കേൾക്കണം. ഓക്കെ. പിന്നെ അപ്പം ഈ പറഞ്ഞ രാജേന്ദ്രനും എൻ്റെ വല്യച്ഛനെന്ന് പറഞ്ഞ സുകുമാരൻ രണ്ടുപേരും കൂടെ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൊന്നും ഈ വിവരം അറിയിക്കുന്നില്ല. ആരും വന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ തന്നെ കൊണ്ടുപോയി എല്ലാം ചെയ്തു. അത് കർമ്മങ്ങൾ കൃത്യമായ ഒരു മരണകർമ്മങ്ങൾ മരിച്ചാൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട കർമ്മങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അത് വേറൊരു വലിയ ദ്രോഹമാണ് ഇവർ കാണിച്ചത്. ശരി, എന്നിട്ട് ചെയ്തു എന്ന് പറയുവാണ്. എന്നിട്ട് ചെയ്തു എന്ന് ഇവർ പറഞ്ഞുണ്ടാക്കി. ഞങ്ങൾ അവിടെ കൊണ്ട് ചെയ്തു, ഇവിടെ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞുണ്ടാക്കി. മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യയും കുട്ടിയും പോലും കൊണ്ടുപോകണില്ല കർമ്മങ്ങൾ ചെയ്യാൻ. ഭാര്യയും കുട്ടിയുടെ സാന്നിധ്യം ഇല്ലാതെ എന്ത് കർമ്മം ഇവർ ചെയ്തു? എന്ത് കർമ്മം ചെയ്യുന്നു ഇവരാത്മാവ്? എങ്ങനെയെങ്കിലും അങ്ങ് ഒതുക്കണം. അതാണ് അവരുടെ വിഷയം. മനസ്സിലായോ? ലാസ്റ്റ് ഇരുന്ന പ്രോപ്പർട്ടി ഇവർ എഴുതി മേടിച്ചു. അപ്പം ഇനി അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അവരുണ്ടാക്കി. അപ്പം ഈ പറഞ്ഞ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മുൻവൈരാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ കൂടെയാണ്. അതായത് എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും സത്യത്തിൽ ഇവർക്കൊക്കെ മെൻ്റലി പ്രോബ്ലം ഉള്ള ആൾക്കാരാണ്. അത് എനിക്ക് ഇത്രയും നാളെ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം. മെൻ്റലി ഡിഫോൾട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുണ്ട്. അതിൽ ഒരു മനുഷ്യനുണ്ട് പാലക്കാട് ആണ് അയാളുടെ വൈഫിനെ കിട്ടിയിരുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് നല്ല വ്യക്തികളുണ്ട്. ചന്ദ്രൻ എന്നൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ അനിയനും ചേട്ടനും ഒക്കെയാണ് ഉണ്ട്. ഇഷ്ടംപോലെ പേരുണ്ട്, അനിയത്തിമാരും ഉണ്ട്. പക്ഷേ ഈ വ്യക്തി മാത്രം ഇത്രയും ക്രൂരനായിരുന്നു. അത് വ്യക്തി വൈകല്യം തന്നെയാണ്. അത് ഒരു സൈഡിലേക്ക് മനസ്സിലായി. അപ്പം നന്ദിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് പറയരുത് കേട്ടോ. കാരണം നന്ദി ഉള്ളത് കൊണ്ടാണ് താങ്കളെ ഇതുവരെ ഞാൻ താങ്കൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാം. എന്നാലും താങ്കൾ അറിയപ്പെടും. കാരണം ഇപ്പോഴും താങ്കൾ ഈ വൈരാഗ്യം വെച്ച് ഇപ്പോഴും താങ്കൾ പ്രവർത്തിക്കുക. അപ്പം താങ്കൾ അറിയപ്പെടും. മനസ്സിലായോ? ഓക്കെ. വന്നു കാര്യങ്ങളൊക്കെ നടത്തി അങ്ങ് പോയി. പെട്ടെന്ന് ഒതുക്കിയിട്ട് ഇതിനുശേഷം ജ്യോതിഷ് പോറ്റി എന്ന് പറയുന്നില്ല. ജ്യോതിഷ് പോറ്റി കൂടെ വീട്ടിൽ നിൽക്കുമോ? അതായത് എൻ്റെ അമ്മ സഹോദരിയുടെ മോനാണല്ലോ. അപ്പോൾ മരിച്ച് 41 തികയുന്നില്ല. അമ്മയെ വിളിച്ചിട്ട് പറയുവാണ്, ഈ ശാന്ത എന്ന് പറഞ്ഞവരെ വിളിച്ചിട്ട്
ശരി. സോ കൊണ്ട് ആക്കി. അതിനുശേഷം എൻ്റെ അമ്മ മരിച്ച് 41 തികയുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ സഹോദരൻ, അവർക്ക് അതിനുള്ള നോക്കാനുള്ള നിവൃത്തി അവർക്കും ഇല്ല. പക്ഷെ അമ്മ ഇറങ്ങി ജോലിക്ക് ഇറങ്ങി ഡെന്റൽ അസിസ്റ്റൻ്റായിട്ട് പേട്ട ക്ലിനിക്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി, നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്. അപ്പോഴും കയറിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വർക്ക് അറിയത്തില്ലായിരുന്നു. ലാബ് ടെക്നീഷ്യൻ പാസ്സായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ വർക്കില്ല. പിന്നെ വർക്കെല്ലാം പഠിച്ചു. അവരുടെ കൂടെ 8 വർഷം എൻ്റെ അമ്മ വർക്ക് ചെയ്തു. ഞാൻ ഈ വർക്ക് ചെയ്തു. വീട്ടിൽ കാശ് കൊണ്ടുവരും. അതിൽ അനിയന്, അമ്മേനെ, അമ്മയുടെ ബ്രദറിന്, അമ്മേനെ, അവരുടെ വേറൊരു ബ്രദർ, 2 ബ്രദർ, അങ്ങനെ എല്ലാവരെയും നോക്കി. എൻ്റെ കാര്യം എല്ലാം നോക്കി ഈ ഒരു സ്ത്രീ വന്നു. പിന്നെ എൻ്റെ അമ്മയുടെ ഇളയ ബ്രദർ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ഞാൻ പറഞ്ഞില്ലേ രാജേഷ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് മേക്കപ്പിനായിട്ട്. ചിലപ്പം കാണും, വീട്ടിൽ കാണും, ചിലപ്പം കാണും, ചിലപ്പം കാണത്തില്ല. അപ്പം നിൽക്കുമ്പോഴും അതുപോലെ തന്നെ. പക്ഷെ കിട്ടുന്ന കാശൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാറൊന്നുമില്ല, ഉപയോഗിക്കത്തില്ല. എല്ലാം അമ്മയാണ് നോക്കിക്കൊണ്ടുവന്നത്. പിന്നെ മാമനും അമ്മൻ്റേതായ രീതിയിൽ. ഇപ്പം മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പോകുന്നു. അത് അവിടെ നിർത്തും. അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങി. പിന്നെ ഈ പറഞ്ഞ രാജേന്ദ്രനും ഈ പറഞ്ഞ എൻ്റെ വല്യച്ഛനെന്ന് പറഞ്ഞ സുകുമാരൻ നായർ, ഈ 2 വ്യക്തി ആണ് ഈ മരിച്ചപ്പോൾ എൻ്റെ അച്ഛനെ കൊണ്ടടക്കിയത്. ഈ വ്യക്തി ഇതെല്ലാം ചെയ്തതും കൂട്ടുകാരനെയും അവരെ അറിയിക്കാതെ ഈ വ്യക്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. മരിക്കണേ ഒരാഴ്ച മുന്നേ ആ വീട്ടിൽ വന്നു പോയത് ഈ പറഞ്ഞ രാജേന്ദ്രനും അയാളുടെ വൈഫും. ഞങ്ങൾ ക്ലോത്തിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ വന്നു ഇവർക്കൊരു നൈറ്റി എടുത്തുകൊണ്ട് അത് വീട് നിരീക്ഷിക്കാനും എന്താണ് അവസ്ഥ എന്ന് നോക്കാനും വേണ്ടിയിട്ടാണ് ഇയാൾ ആ വീട്ടിൽ വന്നത്. അത് വേറൊരു ചിലർ വീട്ടിൽ കയറ്റിക്കൂടാന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യങ്ങളാണ്. ശത്രുക്കൾ പല രൂപത്തിലും വരാം. അപ്പം വന്ന് നോക്കിയിട്ട് പോയി. തൊട്ടടുത്ത വീട്ടിലൊരു അപ്പച്ചി ഉണ്ടായിരുന്നു, വയ്യാതെ പ്രായം. അപ്പം 11:30 മണിക്കും പത്രം വായിച്ചുകൊണ്ട് പുറത്തിരുന്ന മനുഷ്യനാണ്. ഞങ്ങൾ പോയി ഈ 6 മണിക്കും ഈ പറഞ്ഞ 11:30ക്കും 6 മണിക്കും ഇടയ്ക്ക്, അതായത് ഉച്ച സമയത്ത്. അമ്മ ഉണ്ടാക്കി വെച്ച ഫുഡൊന്നും അച്ഛൻ കഴിച്ചിട്ടില്ല. അതായത് ഉച്ച സമയത്താണ് മരിച്ച് കൊല്ലപ്പെട്ടത്. ആൾക്കാർ അവിടെ 5 പേര് വന്നിട്ട് കൊണ്ടുപോയി. ഞങ്ങളില്ലായിരുന്ന സമയത്ത് 5 പേര് ചേർന്നാണ് തലയ്ക്കടിച്ചു. ക്ഷതം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് BJP പാർട്ടി ഏതാണെന്ന് കാണിക്കാൻ വേണ്ടി കാവ്യ മുന്നിലാണ് ഹാൻഡിൽ ചെയ്തത്. ഒരിക്കലും അത് BJP ആവാൻ ചാൻസ് ഇല്ല. അത് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അഥവാ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകും. എനിക്ക് വർക്കൊന്നും അവർ തരത്തില്ല. അത് വേറെ പെണ്ണ്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. പൊളിറ്റിക്കൽ കാര്യം ഞാൻ മാറ്റിയപ്പോൾ സംസാരിക്കുന്നത്. അപ്പം നിർത്തിയിരുന്നു. അപ്പം ഈ പറഞ്ഞ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താ, ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് മുൻവൈരാഗ്യം ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളത്? എൻ്റെ അപ്പൂപ്പൻ മരിച്ച ദിവസമാണ് ഇന്ന്. എൻ്റെ അച്ഛൻ മരിച്ചത് 11-ാം തീയതി, അപ്പൂപ്പൻ മരിച്ച 12-ാം തീയതി. വർഷങ്ങൾക്ക് ശേഷം. സോ ആ ആത്മാവിന് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. അപ്പോൾ മിലിറ്ററിയിലായിരുന്നു ജോലി വർക്ക് ചെയ്തിരുന്നത്. റിട്ടയർഡായിട്ട് ടാക്സി ഓടിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അമ്മയുടെ ബർത്ത് പ്ലേസ് പഞ്ചാബാണ്. എൻ്റെ ഇളയ മാമന് ലക്നൗവിലാണ് ജനിച്ചത്. വളർന്നതൊക്കെ ഇവിടെ കുഞ്ഞാണ്, കേരളത്തിലാണ്. ജനിച്ചത് നോർത്തിലാണ് അവരൊക്കെ. അപ്പം വ്യക്തി വൈരാഗ്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പുള്ളിയുടെ വൈഫിനെ, അതായത് ഈ രാജേന്ദ്രൻ്റെ വൈഫ് ലതാദേവി എന്ന് പറഞ്ഞ പുള്ളിയുടെ വൈഫിനെ പണ്ട് പുള്ളിയുടെ വൈഫിൻ്റെ അച്ഛൻ, അതായത് ലതാദേവിയുടെ അച്ഛൻ പണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് അവരുടെ അമ്മയെ.
ഫാമിലിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അവരെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവരുടെ പിന്നെ ഇയാളുമായിട്ടുള്ള കല്യാണത്തിന് അപ്പനെതിരായിരുന്നു. കാരണം ഇയാൾ ഈ സ്വഭാവം അപ്പന് നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എതിരായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഈ പറഞ്ഞ ലതാദേവി അപ്പം അടിക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മളിപ്പോൾ തെറ്റ് കാണുമ്പോൾ വലിയ ആൾക്കാർ സഹായിക്കും. അപ്പോൾ ഈ വൈരാഗ്യങ്ങളൊക്കെ ഇവർക്ക് ഇത് ചെയ്യാനായിട്ട് ഈ കൊലപാതകം ചെയ്യാനായിട്ട് നയിച്ചത്. അവരിതൊക്കെ വർഷങ്ങളായിട്ട് കൂട്ടി വെച്ചിട്ട് അവരുടെ കുടുംബത്തിനെയും, അതായത് ഈ അപ്പൂപ്പൻ്റെ മോളാണല്ലോ എൻ്റെ അമ്മയും അവരുടെ കുടുംബവും അവരുടെ ഫാമിലി, അതായത് എൻ്റെ അച്ഛനും ഞാനും എല്ലാം അങ്ങനെ ഞങ്ങളും വിഷമിക്കണം, ഞങ്ങളും ഇതിങ്ങനെ കഷ്ടപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ അമ്മ വളർത്തിയതുപോലെ അവരും അങ്ങനെ കഷ്ടപ്പെടണം, എൻ്റെ അമ്മ വിഷമിച്ചതുപോലെ അതും അവരുടെ ഈ പറയുന്നതുപോലെ മാനസികമായ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് ഇത്രയും നാൾക്കൊന്നും ഞാൻ മനസ്സിലായത്. അത് അവരുടെ കുറ്റവും അല്ല. ഇവരിപ്പോൾ ഇത്രയും ദ്രോഹം ചെയ്തെങ്കിൽ അത് അവരുടെ കുറ്റമാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇവർക്ക് മാനസിക രോഗം. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിന് ഇതേപോലെയുള്ള ശക്തമായ പ്രശ്നങ്ങൾ പലരുടെയും ജീവിതത്തിലും ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ കുഞ്ഞിലെ തിരിച്ചറിഞ്ഞ് അവരെ ഈ വളർന്നു വരുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കുഞ്ഞിലെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാനോ നോക്കാനോ ഒന്നും ആരുമില്ല. അങ്ങനെ വന്ന കാര്യങ്ങളാണ്. ശരി, അപ്പം അതാണ് അത്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇയാളിലേക്ക് ഇവർ കുത്തി നിറച്ചു. ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് ഈ ലതാദേവി പുള്ളിക്കാരത്തി കുത്തി നിറച്ചു. ഇവർക്കൊരു മകനുണ്ട്. അപ്പം വളർന്നു വരുന്നത് വരെ ഇവർ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് എനിക്ക് 10th വരെയും ഇവരെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ എൻ്റെ അമ്മ അതിനുള്ള കഷ്ടപ്പെട്ടു. അവർക്ക് വേണ്ടി അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇല്ലാതെ ഉണ്ടാകത്തില്ല. എല്ലാം സഹായിച്ചു. എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു അവരുടെ ഫാമിലി അവർക്ക് വേണ്ടി. ലാസ്റ്റ് എൻ്റെ അമ്മയുടെ സോഴ്സ് വെച്ച് അവർക്ക് കാശ് വരെ എൻ്റെ അമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പല ഇടയിലും. അത് 2 പേർക്ക് അവർ തിരിച്ചു കൊടുത്തു, ഒരാൾക്ക് അവർ തിരിച്ചു കൊടുത്തില്ല. പിന്നെ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. മനസ്സിലായോ? കരിയകൊത്തി ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയാണ് മേടിച്ചു കൊടുത്തിരുന്നത്. ആർക്ക്? ഈ പറഞ്ഞ ലതാദേവിക്ക്. അങ്ങനെയല്ല. അപ്പം ഇവർ ഈ കുടുംബം അപ്പം അതുകൊണ്ട് എൻ്റെ അമ്മ മാത്രമല്ല, അപ്പം എൻ്റെ അമ്മ സഹോദരങ്ങളായ എൻ്റെ അങ്കിൾ, എൻ്റെ മാമന്മാർ, അവരും ഇതേപോലെ കഷ്ടപ്പെടണം, ഇതേപോലെ ബുദ്ധിമുട്ടണമെന്നാണ് ഇവരുടെ ചിന്താഗതി. അപ്പം ഈ 3 പേര് തമ്മിൽ എപ്പോഴും കൂട്ടിയടിപ്പിക്കില്ല. അതായത് നുണ പറഞ്ഞ് തമ്മിലടിപ്പിക്കും. ഇതാണ് അവരുടെ വേറൊരു പരിപാടി. അപ്പോൾ എന്നും വഴക്കാണ്. മിക്കവാറും വഴക്കുണ്ടായിരിക്കും മാമന്മാരെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമ്മേനെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എല്ലാം എൻ്റെ അമ്മയാണ് നോക്കുന്ന വീട്. എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് അത് വേറൊരു സ്ഥലം. അപ്പോൾ ഒരു സ്വസ്ഥതയും പണ്ട് മുതലേ ഇവർ കൊടുത്തിട്ടില്ല. അത് നമ്മൾ എന്നിട്ട് ഇവർ സഹായം ചെയ്യുന്ന രീതിയിൽ നിന്നിട്ട് ലാസ്റ്റ് 10th ക്ലാസ് കഴിഞ്ഞ 10th കഴിഞ്ഞപ്പോൾ എന്നെ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മകന് വേണ്ടിയിട്ട്. കാരണം ഇവരുടെ ഉദ്ദേശം കോളേജിൽ പോകരുത്, പുറത്ത് വേറെ ആരും കാണരുത്, പുറത്തിങ്ങനെ നന്നായി കഴിഞ്ഞാൽ ഇവർ കുറച്ചൊന്നും കയറി പോയി കഴിഞ്ഞില്ല, പിന്നെ അവരുടെ കയ്യിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിൽക്കത്തില്ല. ഈ കാര്യങ്ങളൊക്കെ പുറത്തറിയും, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ തിരിഞ്ഞു വരും. അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഇത് തിരിച്ചറിഞ്ഞ സമയത്ത് ഞാൻ നേരിട്ട് ചോദിച്ചു ഇയാളോട്. അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, അന്നത്തെ ട്രെയിൻ ടിക്കറ്റ് ഞാൻ സൂക്ഷിച്ചു വച്ചേക്കുമായിരുന്നല്ലോ. ഇതാണ് അദ്ദേഹം പറഞ്ഞ പോയിന്റ്. മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അന്ന് ഞാൻ അതെങ്ങനെ പറയാൻ പറ്റും? അന്ന് ശ്രീണ്ണം മരിച്ച സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അതിന് മുന്നേ അതെങ്ങനെ ഇയാളിവിടെ ഇല്ലാതിരിക്കും? മരിച്ച ദിവസം അയാൾ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിൻ്റെ ട്രെയിൻ ടിക്കറ്റിനാണ് അയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പിറ്റേ ദിവസം അങ്ങേരി വന്ന് ഈ അച്ഛൻ്റെ കാര്യങ്ങൾക്ക് വ്യക്തി വന്ന് നിൽക്കുവാണ്. മരിച്ചിട്ട് വിട്ടുപോയി പോയി. ആ ഒരു ശൈലി തന്നെയാണ്. വന്ന് നിന്ന് ലാസ്റ്റ് അവസാനം വരെയും ചെയ്യുവാണ് ഈ കാര്യങ്ങളൊക്കെ. മനസ്സിലായി? അപ്പോഴേ അത് അങ്ങനെ. പിന്നെ എൻ്റെ ഇളയ അങ്കിൾ, എൻ്റെ ഇളയ അങ്കിളിൻ്റെ വിവാഹം, എൻ്റെ ഇളയ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് വിവാഹം
പലിശ ഒരു 2 മാസം പലിശ എന്ന് പറഞ്ഞു പലിശ തരാമെന്ന് പറഞ്ഞു. പിന്നെ പലിശയില്ല, കാശുമില്ല, ഒന്നുമില്ല. അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. ബാങ്കിൽ നിന്ന് കിട്ടുന്നതിന് ഇൻട്രസ്റ്റ്. അപ്പോൾ അമ്മാവൻ പറഞ്ഞു വേണ്ട, എനിക്ക് ബാങ്കിലെ ഇൻട്രസ്റ്റ് കൂടെ തന്നാൽ മതി, ബന്ധുവല്ലേ റിലേറ്റീവ് അല്ലേ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. ആ സഹോദരി അറിയണ്ടെന്ന് പറഞ്ഞു. കാരണം അമ്മ പറഞ്ഞ ഇത് കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ മേടിച്ചു. എന്നിട്ട് ഈ കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യം, അവർ വേറെ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് താമസിക്കുന്നത്. അപ്പോൾ വേറെ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇയാൾ പിടിച്ചു വെച്ചു. ലാസ്റ്റ് കൊടുക്കാൻ കിട്ടൂല. ഈ കുഞ്ഞിനൊരു കുഞ്ഞുമായപ്പോൾ എൻ്റെ കുഞ്ഞിനൊരു കുഞ്ഞുമായി. അപ്പം ഈ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ് വീട്ടിൽ. ഞങ്ങളവിടെ ഇയാൾക്കിട്ട് വീട്ടിൽ ഞങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ കേൾക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കാര്യം അറിയുന്നത്. എന്നാലും ചേട്ടാ എന്തിങ്ങനെ എനിക്ക് കാശ് തരണി, എനിക്ക് ഇത്രയും ലക്ഷം രൂപയില്ലേ, ഞങ്ങൾ വീട് വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശില്ല, ഒന്നും തരണില്ല, ചേച്ചി അറിയാതെ ഞാൻ തന്നതാണ്, എന്തെങ്കിലും എൻ്റെ കൊച്ചിന് പാൽപ്പൊടി വാങ്ങിക്കാൻ പൈസയില്ല എന്നും പറഞ്ഞ് ചെന്ന് ചോദിക്കുക. അപ്പം ഇവർ പറയുവാണ് അത് തരാം, അത് ഇന്ന ദിവസം തരാം, ഇന്ന ഡേറ്റിന് തരാം എന്നൊക്കെ പറഞ്ഞ് ഇവർ പറഞ്ഞു വിട്ടു. എന്നിട്ട് എന്താ കൊടുത്തില്ല. ലാസ്റ്റ് ഒരു ദിവസം ഒരു സമയം എൻ്റെ ഇന്ന് ദേഷ്യം വന്നു, പോയി ഇറങ്ങി, അവരുടെ ഗേറ്റ് തുറന്ന് പോയി ഇറങ്ങി, ദേഷ്യം വന്ന് സംസാരിച്ചപ്പോൾ ഇവരുടെ മകനാണ് നിന്നത് നടക്കി. അപ്പോൾ മകൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വരാൻ പറ. ഇയാൾ പൊളിച്ച് ഇരുന്നിട്ട് മകനെ പറഞ്ഞു ഇനി വരാൻ പറ, എനിക്ക് മര്യാദയ്ക്ക് എൻ്റെ കാശ് തരണം പറഞ്ഞു എന്നെ ദേഷ്യം. പിന്നെ എന്ത് ചെയ്യുമെന്ന് കഴിഞ്ഞാൽ ഭ്രാന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാനസിക രോഗമാണെന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ട് കൂട്ടി ഭ്രാന്താശുപത്രി പിടിച്ചുകൊണ്ട് അതിന് സ്വന്തം സഹോദരൻ മൂത്ത സഹോദരനും കൂട്ട് നിന്നും ആണെന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതിന് കൂടെ പിടിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയിട്ട് ഒരു അസുഖവും ഇല്ലാതിരുന്ന മനുഷ്യന് ഷോക്ക് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിക്ക് പിടിച്ചുകൊണ്ട് പോയി ഷോക്ക് കൊടുക്കുമ്പോൾ, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ബ്രെയിൻ ഫുൾ കലങ്ങുമോ? അവിടെ ഇല്ലാത്ത വ്യക്തിക്ക് അത് ഉണ്ടാവും. പിന്നെ എൻ്റെ അങ്കിള് വയലൻ്റായി. എനിക്കത് അറിയത്തില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റും ഇതുമായിട്ട് അവർ കഷ്ടപ്പെടും. അവർ ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെടേണ്ട രീതി ഇയാൾ നോക്കി. എന്നിട്ട് അനിയന്മാരെ കൊണ്ട് ഒറ്റപ്പെടുത്തി, നാട്ടുകാരെ കൊണ്ട് ഒറ്റപ്പെടുത്തി. നുണ പറച്ചിൽ ഒരാളെ പറ്റി, ഞാനും പറയും, ഒരാളെ പറ്റി ഒരാളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇത് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ. ഇവർ ഈ കൊലപാതകം ചെയ്തിട്ട് ഇവർ ഫുൾ നുണ പ്രചരണം. ഈ പ്രത്യേകിച്ച് ഈ ബാലരാമപുരത്തുള്ള ആൾക്കാർ തന്നെ, ബാലരാമപുരം മടവൂർപ്പാറ, ഒരു ഇളയമൊന്നും മടവൂർപ്പാറത്താണ് താമസിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ കുറച്ചുകൂടെ നിഷ്കളങ്കരാണ്. കുറച്ച് ഈ മനസ്സിലൊന്നുമില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉടനെ അങ്ങ് ഉൾക്കൊള്ളേണ്ട. അതാണ് അവർക്ക് വേറെ ഒന്നിനെ പറ്റി ഒരുപാട് അറിയത്തില്ല. അവർ ഒരുപാട് ലോകം കണ്ട ആൾക്കാരല്ല, ഒരുപാട് സഞ്ചരിച്ച വ്യക്തികളല്ല. പൊട്ടക്കിണറ്റിൽ അവരിങ്ങനെ കിടക്കുന്ന ആൾക്കാരാണ്. കാരണം ആ ഒരു സറൗണ്ടിങ്സിൽ മാത്രം അവർ ജീവിക്കുന്ന വ്യക്തിയാണ്. അവരുടെ അടുത്ത് ഒരു നുണ ചെന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷ് പൂജിയെ പോലെയുള്ള കള്ളസ്വാമികൾ ഇങ്ങനെ വിലസിക്കുന്നത്. ഈ ജ്യോതിഷ് പൂജി എന്ന് പറയുന്നത് ഈ വ്യക്തി, ഇതിന് ശേഷം ഈ വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് +1 ആയ സമയത്ത് ഈ വ്യക്തി, ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ സമയമായിരുന്നു. ഈ വ്യക്തി വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങളെ പ്രൊട്ടക്ഷനിൽ നിൽക്കണം, ഇവിടെ നിന്ന് മാറി, ഞങ്ങൾ സിറ്റിയിൽ പത്മനാഭ സ്റ്റേപ്പിൻ്റെ ഇവിടെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് മാറി ഞങ്ങൾ ആറാലി കൊണ്ട് താമസിക്കാൻ പറ്റും. അവിടെ കൊണ്ട് ഇപ്പോൾ 10 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത്. അവിടെ കൊണ്ട് ഇട്ടിട്ട് 1 മാസം സാധനം എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ, 2ാം മാസം ആയപ്പോൾ പോറ്റി തന്നെ അങ്ങ് നുണ, പോറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ഈ ജ്യോതിഷ് തന്നെ അങ്ങ് നുണ അങ്ങ് പ്രചരിപ്പിച്ചു. ജ്യോതിഷ് പോറ്റിയുടെ സഹായം ഒന്നും വേണ്ട എന്ന് എൻ്റെ അപ്പ പറഞ്ഞുണ്ടാക്കിയതായിട്ട് പറഞ്ഞ് അങ്ങ് പ്രചരിപ്പിച്ചു. കാര്യങ്ങൾ എളുപ്പമല്ലല്ലോ. അത്
അത് പ്രചരിപ്പിക്കാൻ ഒരു കാര്യമുണ്ട്. അപ്പം ഇവരുടെ വീട്ടിലേക്ക് പോയ സമയത്ത് സുരേഷ്കുട്ടിയുടെ ചേട്ടനുണ്ട്. ചേട്ടനെന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ അച്ഛൻ്റെ മകനാണ്. ഈ ശാന്ത എന്ന് പറഞ്ഞ വ്യക്തി സ്ത്രീ രണ്ടാമത് കല്യാണം കഴിച്ചതിലുണ്ടായതാണ് ഈ ജ്യോതിഷ്കുട്ടി. ആദ്യം കല്യാണം കഴിച്ചതിൽ, അതായത് എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, ആദ്യം കല്യാണം കഴിച്ചതിലുണ്ടായതാണ് ഈ അജു എന്ന് പറയും, മനസ്സിലായോ? അജിത് കുമാർ. ആ വ്യക്തി ഒരു നല്ലൊരു വ്യക്തിയാണ്, മനസാക്ഷിയുള്ള അദ്ദേഹത്തിന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ ഒരു ലേഡിയും അതുപോലെയാണ് ബിന്ദു എന്ന് പറഞ്ഞിട്ട്. ആ വീട്ടിൽ ഇത്തിരിയെങ്കിലും മനസാക്ഷിയുള്ളത് എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്കും മാത്രമാണ്. അവരുടെ മകനും അതുപോലെ തന്നെ. പക്ഷേ അപ്പം ഈ പോറ്റിയുടെ ചേട്ടൻ, അപ്പം ഈ ജ്യോതിഷിൻ്റെ ചേട്ടൻ, ആ പുള്ളി കൊണ്ടുവന്നു. അപ്പം ഇവർ വീട് വെച്ചു. ഇവർ രണ്ടുപേരും അപ്പുറത്ത് ഇവരുടെ വീട് വെച്ചു, അവിടെ വീട് വെച്ചു. രണ്ടുപേരും കുടുംബസ്ഥലങ്ങളിൽ ഷെയറിൽ വീട് വെച്ചു. കുടുംബക്ഷേത്രത്തിൽ കൊടി വെക്കുന്നു, അത് ചെയ്യുന്നു. ജ്യോതിഷ് പോറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സാധാരണ വീട്ടിൽ താമ്പൂല പ്രശ്നം നോക്കുന്ന ഒരു പോറ്റിക്ക് എന്തിനു മാത്രം സ്വത്തും സോഴ്സും ഇങ്ങനെ ഉണ്ടാകുന്നത് ഫുൾ കറപ്ഷനാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനുള്ളത്. വീടുകൾ വെച്ച് തന്നതാണ്. അപ്പം ഞങ്ങളുടെ ഉള്ള ഒരു, അപ്പം എൻ്റെ അച്ഛൻ്റെ കൂടെ എന്തുമാത്രം വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പം ഈ ജ്യോതിഷ് പോറ്റി അവിടെ കൊണ്ടിട്ടു. ഇവിടെ ആറാലും നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ആറാലും കൊണ്ടിട്ടു. ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒരു റിസോർട്ട് കെട്ടിവെച്ചേക്കുന്ന മാതിരിയുള്ള തെളിവുകൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം വില്ലന്മാർക്ക് മാത്രമല്ല ബുദ്ധി എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. പിന്നെ ഒരു ഒരു കാര്യം ഇല്ലാതെ, അടിസ്ഥാനപരമായിട്ട് തെളിവില്ലാതെ ഒരു കാര്യം സൂര്യധാര സംസാരിക്കുന്നില്ല. ഒരു കാര്യം. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് ജ്യോതിഷ് പോറ്റി ചേട്ടൻ്റെ കാര്യമാണ്. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അജിത് കുമാർ എന്നാണ് പേര്. അജു ചേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പം എൻ്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇവർ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു, തിക് ഫ്രണ്ട്സായിരുന്നു. ഈ അജിത് കുമാറും ഈ പറഞ്ഞ മാമനാണ് എൻ്റെ അച്ഛൻ. അങ്ങനെ ഈ പറഞ്ഞ ജ്യോതിഷ് പോറ്റിയൊക്കെ ഭയങ്കര തിക് ഫ്രണ്ട്സായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ കല്യാണം കഴിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഈ പോറ്റിയൊന്നുമില്ല. അമ്മയെ സംബന്ധിച്ച് പിള്ളേർ എന്നുള്ള ഒരു നാട്ടിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ എന്തുമാത്രം ഈ ജ്യോതിഷ് പോറ്റിക്ക് വൈരാഗ്യം അച്ഛനോടുണ്ടായിരുന്നു, ഈ കൊലപാതകത്തിൻ്റെ പേരിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം വ്യക്തമാണ്. ഇപ്പോഴും ഈ വ്യക്തി, അപ്പം ഈ വ്യക്തിയുടെ വൈഫ് പറയുവാണ്, ബീന പുള്ളിക്കാരി പറയുവാണ്, മാമിയും മോളും അനങ്ങിയാൽ ഞങ്ങൾ അറിയുന്നുണ്ട്. മാമിയും മോളും അനങ്ങിയാൽ ഞങ്ങൾ അറിയും. ശരി, മാമിയും മോളും അനങ്ങിയാൽ അറിയും കേട്ടോ. മാമിയും മോളും ഇപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത്. അപ്പം അനങ്ങുന്ന അനുസരിച്ച് കൊല്ലാൻ നോക്കിയല്ലോ. അപ്പോൾ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയ സ്ഥിതിക്ക് ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് വേണ്ടി. സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഒരു ക്ലൈമാക്സിലോട്ട് എത്തണ്ടേ. അങ്ങനെ പാതി വഴിക്ക് നിന്നോ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പാസ്റ്റ് കാര്യങ്ങൾ കൊണ്ട് തിരിച്ച് റിട്ടേൺ അടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പക്ഷേ പാസ്റ്റിലുള്ള വില്ലന്മാർ തന്നെ ഇപ്പം പ്രസൻറ്റിലാവുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, ഞാൻ 2024 ജീവിക്കുന്നത്, ആ കാലഘട്ടത്തിലല്ല. ഓക്കെ, അപ്പോൾ ജ്യോതിഷ് പോറ്റി ഇട്ടിട്ട് 1 മാസത്തെ സാധനം മേടിച്ചു, വീട്ടിൽ വന്നു പോയി. 5000 രൂപ റെൻറ്റ്, അവിടെ ഒരു വീട്, ഗുദാമിലൊരു വീട്. ഞങ്ങൾ സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരുന്നില്ല. ഞങ്ങൾ 10 വർഷം കൊണ്ട് ഞാൻ വളർന്നു വരെ +1 വരെ സിറ്റിയിൽ താമസിച്ചുകൊണ്ടിരുന്നു. +2 വരെ കോളേജിൽ ചേരേണ്ട സമയം
+2 എക്സാം അടുത്ത സമയം ആറാലും കൂട്ടി കൊണ്ട് തട്ടി ഡിസ്പോസ് ചെയ്തതുപോലെ. എന്നിട്ട് ഒരു മാസം സാധനം എടുത്തത് ഈ പോയി. എന്നിട്ട് അടുത്ത മാസം തൊട്ട് നുണ പറഞ്ഞുണ്ടാക്കുവാണ്, നുണ പ്രചരി. പിന്നെ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ഒരു ആയുർവേദ ഡോക്ടർ. അവരുമായിട്ട് ജ്യോതിഷോലിക്ക് വേറെ എന്തോ ബന്ധമാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഈ വളരെ താഴ്ന്ന ലോ ക്ലാസ് നുണകൾ, ലോ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഗോസിപ്പുകൾ, ലോ ക്ലാസ് നുണകൾ ഇറക്കി കുടുംബം തന്നെ വീണ്ടുമാക്കുക. അപ്പം ഈ ജോയിഷ് പോയിട്ട് അവിടെ കൊണ്ടാക്കിയ സമയത്ത് ഇവരുടെ വീട്ടിൽ പോയി വന്നും ഒക്കെ നിൽക്കുന്ന സമയമായിരുന്നു. എൻ്റെ അച്ഛനെ അതിൻ്റെ അപ്പുറത്താണ് അടക്കിയിരിക്കുന്നത്, ആ റെയിൽവേ ക്രോസിൻ്റെ അവിടെയാണ് എൻ്റെ അടക്കുന്നത്. ആ സ്ഥലമാണ് ഇപ്പം ഈ വല്യമ്മ എന്ന് പറഞ്ഞ വിശ്വാസം എടുത്ത് വെച്ചിരുന്നു. ഞാൻ പറയും എനിക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഇക്കാര്യം പറഞ്ഞു. അപ്പം ജോയിഷ് പോയിട്ട് കൊണ്ട് എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഈ നുണ പറഞ്ഞ് ഇറക്കിയിട്ട് ഇവർ തന്നെത്താനെ അന്ന് സ്ഥാപിക്കുവാണ്. മാമി ഇങ്ങനെ പറഞ്ഞു, മകൾ ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്താണ് എൻ്റെ പ്രസ് മീറ്റിൽ, എനിക്ക് പ്രസ് ക്ലബിൽ എൻ്റെ ആൽബം ഇറങ്ങിയ സമയം, എറണാകുളത്ത് എൻ്റെ ആൽബം റിലീസായ സമയം ആദ്യത്തെ. അപ്പം എറണാകുളം പ്രസ് ക്ലബിൽ വെച്ചിട്ട് അതിൻ്റെ CD പ്രകാശനം ഈ +1 ടൈമിൽ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇത്. പക്ഷെ ഞാൻ അന്നും അങ്ങനെ അതിന് ഞാൻ പ്രാധാന്യം കൊടുത്തിട്ട് അന്നും ഇന്നും ഞാൻ കൊടുത്താണ് ഞാൻ വന്നവർ. എൻ്റെ ജീവിതം എങ്ങനെയാണെങ്കിലും എൻ്റെ കരിയറിൽ ഞങ്ങൾ പോയി CD പ്രകാശനത്തിന് പോയി. അത് ഇറങ്ങി ഈ CD പൂജിക്കാൻ കൊണ്ടുകൊടുത്തത് ഈ ആഴിമല ഈ കോഴിയിലെടുത്താണ്. കൊല്ലത്തു നിന്നുള്ള പ്രവീൺ മയ്യനാണ് ആൽബം എടുത്തത്. ഇതിൽ കൊഴിയുമ്പോൾ ഡെക്കാൻ ക്രോണിക്കിളിലൊക്കെ വന്നിട്ടുണ്ട് അന്ന്. തിരുവനന്തപുരം ഡെക്കാൻ ക്രോണിക്കിൾ പത്രത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ശരി, കൈതപ്പുറം ദാമോദരൻ സാറാണ് അത് പ്രകാശനം ചെയ്തത്. ശരി, അതവിടെ നിൽക്കും. അപ്പം ഇതായപ്പോൾ അപ്പം ഞാൻ അന്നൊരു ചുരിദാർ ഇട്ടുകൊണ്ട് പോയല്ലോ. അപ്പം അതിനെ പറ്റിയായിരുന്നു പിന്നെ ഫാമിലിയിലുള്ളവർ മുഴുവനും ചർച്ച. ഇവരുടെ ഇടയിൽ ഇപ്പം അതായത് ലേഡീസിൻ്റെ ഇടയിൽ ചർച്ച, പെണ്ണുങ്ങളുടെ ഇടയിൽ ചർച്ചയായതാണ്. മാമി നല്ല കോസ്റ്റ്ലി ഡ്രസ്സാണ് അവൾ ധരിക്കുന്നത്, ചുരിദാറിന് എത്ര രൂപ കൊടുക്കണം, എത്ര രൂപ വില വരും, അതെങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ളൊരു എന്താ പറയുക, ഒരു ടോക്കിംഗ് തന്നെയായിരുന്നു ഇവരുടെ ഇടയ്ക്ക്. ശരി, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ ഒരു സമയം വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്ത് ജോയിഷ് പോറ്റിയുടെ ചേട്ടൻ അജിത് കുമാർ, അദ്ദേഹത്തിന് എൻ്റെ അച്ഛനോട് സ്നേഹമുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. മാമൻ എന്നുള്ളൊരു വ്യക്തി വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഈ അജിത് കുമാറിനോട്. ജ്യോതിഷ് പോറ്റിയെ പോലെ അല്ല, മനസ്സിലായോ? അത് ചിരിച്ചുകൊണ്ട് കടുത്തെക്കും. ഇദ്ദേഹം അങ്ങനെയല്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അപ്പം അങ്ങനെയുള്ളവർക്കാണല്ലോ എപ്പോഴും മോശക്കാരാവുന്ന, അങ്ങനെയുള്ളവരാണല്ലോ. അല്ലാത്തവർ മാന്യമാരും ആവും. അത് പൊതുവേ ഉള്ളൊരു ഇതാണ് സമൂഹത്തിൻ്റെ. ശരി, അപ്പം അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അത് മാമ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ. ഈ ജോയിഷ് പോറ്റിയുടെ ചേട്ടനും വൈഫും ഞങ്ങളൊരു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഒരിക്കലും മാമ അങ്ങനെ ചെയ്തതാണ്. പണ്ടത്തെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ച് ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓടി അപ്പുറത്തെ വീട്, തൊട്ടടുത്താണ് ഈ വീട്, ജോയിഷ് പോറ്റിയുടെ വീടും ഈ ചേട്ടൻ്റെ വീടും. അവിടെ നിന്ന് ഓടിപ്പോറ്റി വരുവാണ് വിളിക്കാൻ, വാ. അപ്പം എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന പേര് ലക്ഷ്മി എന്നാണ് എല്ലാവരും. അതായത് എൻ്റെ അച്ഛൻ പേരിട്ടപ്പോൾ ചേച്ചിയാണ് വളർത്തിക്കൊണ്ട് ഈ ശാന്ത എന്ന് പറഞ്ഞ സ്ത്രീ എനിക്ക് വേറൊരു പേരിട്ടതാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞു. ഇപ്പം ലക്ഷ്മി ഇല്ല, ശരണ്യ നായരും ഇല്ല, ഇപ്പം സൂര്യതാരം മാത്രമേ ഉള്ളൂ. അപ്പം ലക്ഷ്മി ചത്തു മണ്ണടങ്ങും. അതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പോൾ സൂര്യതാരയാണ് സംസാരിക്കുന്നത്. സോ അങ്ങനെ എന്താ ഇവിടെ അപ്പം ഈ പറഞ്ഞ ഇവർ തമ്മിൽ ഡിസ്കഷനായി. അത് നമ്മളെല്ലാവരും ഫാമിലി തമ്മിൽ ഡിസ്കഷനായപ്പോൾ പോറ്റിക്ക് വെപ്രാളമായി ഓടി വന്നു. വരൂ ലക്ഷ്മി വാ, അപ്പുറത്ത് വന്നു, നമുക്ക് ഇവിടെ നിന്ന് ഊണ് കഴിക്കാം. ഇപ്പം ഇവരിവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയില്ലേ, എന്നെ ഇവിടെ നിന്ന് വന്ന് വിളിക്കുവാണ്. ഓവർ സ്നേഹം വന്നു, ഓടി വന്ന് വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമുക്കപ്പം കാര്യം പിടികിട്ടിയില്ല. അപ്പോൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യണം അറിഞ്ഞിട്ടാണ് ഇയാൾ ഓടി അവിടെ നിന്നുകൊണ്ട് വന്നത്.
ഓർമ്മയുണ്ടോ ഈ സംഭവങ്ങളൊക്കെ? ആര് മറന്നാലും നമ്മളിപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കൊലപാതകം ചെയ്ത വ്യക്തികളും മറക്കത്തില്ല. അതിൽ നിന്ന് കഷ്ടപ്പെട്ട ആ ഫാമിലി, ആ മരണത്തോടുകൂടി കഷ്ടപ്പാടുണ്ടായ ഫാമിലിയും അത് മറക്കത്തില്ല, വേറെ ആരും മറന്നാലും. കാരണം ഇത് രണ്ടു കൂട്ടരെയും അഫക്റ്റ് ചെയ്യും. ഈ കൊല ചെയ്തവർക്ക് മരണം വരെയും പേടിയായിരിക്കും, ഈ കൊലപാതകം പുറത്തു വരും. അങ്ങനെ ജീവിക്കുന്നവരിലും വേദൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെ എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ശരി, അപ്പം നിങ്ങളിങ്ങനെ പേടിക്കുക. അപ്പം നിങ്ങൾ പേടിയും കൂടെ അവസാനിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതൊക്കെ പറയും അല്ലെങ്കിൽ ഇനി ഞാനിനി ഇതിൽ നിന്ന് ഇറങ്ങും എന്നുള്ള പേടിയിലല്ലേ നിങ്ങൾ ഈ എങ്ങനെ കിടന്ന് നിങ്ങൾ ഇത് കാണിക്കുന്നത്, എൻ്റെ സിനിമ തടഞ്ഞു വെച്ചിരിക്കുന്നതും ഉപദ്രവിക്കുന്നതും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പേടിയൊക്കെ തീർക്കാമെന്ന് ഞാനിന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തതല്ലേ, ഞാൻ ട്രൈ ചെയ്യാൻ നിങ്ങൾ പേടിയുള്ളത് അതൊന്നും കൂടെ കഴിഞ്ഞില്ല. ശരി, എന്തായാലും നാളെ എൻ്റെ അച്ഛൻ മരിച്ച ദിവസം, ഇന്ന് എൻ്റെ അപ്പൂപ്പൻ മരിച്ച ദിവസം. സോ അപ്പം അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ പോയിട്ട് വന്ന് വിളിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം പോയിട്ടിക്ക് പേടിയായി. ഇനിയും നമ്മളെ ഒത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് പഴയത് കുത്തിപ്പൊക്കി പുറത്ത് കൊണ്ടുവരും. അങ്ങനെ പോയിട്ട് ബുദ്ധിപരമായിട്ട് കളിച്ചു. മനസ്സിലായോ? ഈ ആയുർവേദ ഡോക്ടർ എന്ന് പറഞ്ഞ അവരുടെ ഫ്രണ്ടിനെ കൊണ്ട് തന്നെ നുണ പറഞ്ഞുണ്ടായി ഇറക്കിച്ചു. അവരുടെ മകൾക്ക് എന്തോ അഡ്മിഷന് കാശ് എന്തോ കൊടുത്തു. അവരതിനുള്ള നുണ അവർ തന്നെ പറഞ്ഞുണ്ടായി. ശരി, എന്തോ ആയിക്കൊണ്ടില്ലേ, നുണയെന്നും നുണയാണ്, സത്യമെന്നും സത്യമാണ്. പിന്നെ താങ്കൾക്ക് വിദ്യാഭ്യാസവും ഇല്ല, പക്ഷെ താങ്കൾ വിദ്യാഭ്യാസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ എത്രയോ പേരെ ഇരുന്നു, താങ്കൾ ഇവിടെ ഒന്നും നിൽക്കത്തില്ല കേട്ടോ. അയ്യോ ശരി, എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാതെ താങ്കൾ ഇത്രയും ഒന്നും താങ്കൾ ജീവിച്ചില്ല. എൻ്റെ അച്ഛനുൾപ്പെടെ പലരെയും ഒന്നും താങ്കൾ വെട്ടിപ്പിടിച്ചതല്ലേ, താങ്കൾ ഉണ്ടാക്കിയതല്ലേ. താങ്കളുടെ മുന്നിൽ 2 മക്കളുണ്ടല്ലോ, ഗൗരി പാർവതി അല്ലേ? ശരി, ഓക്കെ. അപ്പം അതിനെ മറന്നാണ് താങ്കൾ ഇപ്പോഴും കളിക്കുന്നത്. ശരി, അതവിടെ നിൽക്കും. അപ്പം താങ്കൾ 1 മാസം സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, എന്നിട്ട് മാമിയെന്നും പറഞ്ഞു വന്നു. 2-ാം മാസം തൊട്ട് മകൾ വന്നില്ല, താങ്കൾ നുണ പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് ജോബ് ഇവിടെ നിന്ന് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഇത്തിരി ദൂരമാണ് അവിടെ, നാറാലിമുക്കിൽ നിന്ന് ഞങ്ങൾക്ക് അമ്മയ്ക്ക് അവിടെ വന്ന് പണി ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇത്രയും ദൂരം പത്മനാഭ ടെമ്പിളിൻ്റെ അടുത്ത് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്ന് പേട്ടയിൽ അവിടെ വന്ന് വർക്ക് ചെയ്യാൻ പാടാണ്, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇപ്പോൾ ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുവാണ്. ഏറ്റവും വലിയ അബദ്ധം കാണിച്ചതിൽ വെച്ച് ഞങ്ങൾ അനുഭവിച്ചതിൽ അബദ്ധമാണ്, ഇവരെ ഡിപ്പെൻഡ് ചെയ്യുവാണ്. എന്നിട്ട് വന്നു സാധനം എടുത്തു, പിന്നെ പോറ്റിയുടെ പൊടി പോലും ഇല്ല. പോറ്റി നുണ പറഞ്ഞുണ്ടാക്കിയിട്ട് പിന്നീട് അവിടെ അരങ്ങേറിയത്. ഞങ്ങൾ എത്ര ദിവസം താങ്കൾക്കറിയാം, എത്ര ദിവസം താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം, ആർക്ക് അറിഞ്ഞില്ലെങ്കിലും എത്ര ദിവസം ഞങ്ങൾ ആ ആരാലിനോട് താങ്കൾ എടുത്തു തന്ന വീട്, ജ്യോതിഷ് പോറ്റി താങ്കൾ എടുത്തു തന്ന വീട്, പോറ്റി എന്ന് പറയാൻ താങ്കൾക്ക് അർഹതയില്ല. ആ വീട്ടിൽ ഞങ്ങൾ പട്ടിണി കിടന്നു, ഞാനും എൻ്റെ അമ്മയും. ഞാൻ +1 പഠിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത്രയും തിരിച്ചറിവില്ല, ഒട്ടും തിരിച്ചറിവില്ലാത്തൊരു പ്രായമാണ് ഈ +1 ആ ടൈമൊക്കെ മാറിയിട്ട്. മനസ്സിലാവും, ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയം. എന്നിട്ട് എൻ്റെ അമ്മ തളർന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല. തൊട്ടടുത്ത വീട്ടിലൊരു മനുഷ്യൻ, അദ്ദേഹം ക്രിസ്ത്യൻസാണ്, വേറെ ഒരു അന്യജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ജാതി അവിടെയാണ് തിരിച്ചറിഞ്ഞതുപോലെ ഈ കയറി പുറത്തുനിന്ന് പറഞ്ഞാൽ ഇറങ്ങിയ പായലാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയും, ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം മോളെ, പായലാണ്. മതിൽ വഴി അദ്ദേഹത്തിനൊരു മകളുമുണ്ട്, ഒരു മകനുമുണ്ട്. മകൾ ഇവിടെ കൂടെ തന്നെയുണ്ട്, മകൻ ഓസ്ട്രേലിയയിലാണ്. സോ വൈഫ് പോസ്റ്റ് മാസ്റ്ററാണ് അവിടെ. അപ്പോൾ വന്നിട്ട് മോളെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, പായലാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടുന്ന് ബ്ലീച്ചിങ് പൗഡർ ഇവിടെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വീഴുമോള് എന്നൊക്കെ പറഞ്ഞ് അടുത്ത അയൽവക്കമുണ്ട്. ഭയങ്കര എന്നോട് അങ്ങനെ സ്നേഹം കാണിച്ചു.
അതും മട്ടൻ ബിരിയാണി എനിക്ക് തരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഞാൻ ദൈവത്തിനെ കണ്ട സാഹചര്യങ്ങളുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ? ഈ ബന്ധുക്കളെന്ന് പറഞ്ഞ ഈ പിശാചുക്കളുടെ അടിയിൽ നിന്ന് ഞാൻ ദൈവത്തിനെ കണ്ട സമയം എന്നെ വിളിച്ച് തരും, എനിക്ക് മതിൽ വഴി തന്നു. അപ്പം ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ഞാൻ വിശക്കുന്നത് നമുക്ക് നാണക്കേടാണ്, നമ്മൾ പറയത്തില്ല ആ സമയം. അപ്പം അങ്ങനെ അറിഞ്ഞതുപോലെ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആ വ്യക്തി തന്ന ഭക്ഷണം അത് 1-2 ദിവസമൊന്നും എനിക്കറിയത്തില്ല. ഇടവിട്ട് അദ്ദേഹം അത് ചെയ്യും. പിന്നെ ജോബിന് പോയി തുടങ്ങിയപ്പോൾ പിന്നെ ബുദ്ധിമുട്ടങ്ങ് മാറി. പിന്നെ ഞങ്ങൾക്കത് അവിടെ നിന്നുള്ളത് കിട്ടാൻ തുടങ്ങി. എന്നാലും ഭയങ്കര കഷ്ടമാണ്. ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് ഇത്രയും ദൂരം പോയി തിരിച്ച് ഇത്രയും ആളും വീടില്ലാത്ത സ്ഥലം വഴി ഇത്രയും ദൂരം പിന്നെയും തിരിച്ചു വരണം. ഈ ഒരു ലേഡി ഒറ്റയ്ക്ക് ജ്യോതിഷ്പൂരിലെ മാമിയെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടിട്ടിട്ട് അവിടെ കൊണ്ട് മാറ്റി സ്ഥലം മാറ്റി ഇട്ടിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചത് വേണമെങ്കിൽ ഇതൊക്കെ അറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടക്കുക. ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് എൻ്റെ ഇത് പത്രത്തിൽ വന്നത്. എന്താ ഈ ആൽബം, അതായത് ഉത്സാഹ കമ്മിറ്റി ചെയ്തിട്ട് നിന്നപ്പോഴാണ് എനിക്ക് ഈ ആൽബത്തിൽ ചാൻസ് വന്നത്. അതിൽ എനിക്ക് 5000 രൂപ തന്നു. അന്നത്തെ സമയം പ്രവീൺ മയ്യനാട് ആ ചേട്ടൻ അമൃത ടിവിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി എനിക്ക് 5000 രൂപ ക്യാഷ് തന്നു. അന്ന് ആൽബത്തിൽ നായികയായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് പത്രത്തിൽ വന്ന സമയമായിരുന്നു. അപ്പോൾ ഈ പത്രത്തിൽ ഇത് വന്നതൊക്കെ കണ്ടിട്ട് ഓടി വന്നു ആരെയും ഈ പറഞ്ഞ രാജേന്ദ്രൻ. അപ്പോൾ ഇവരുടെ ഇതിലല്ലേ നിന്നത് ഇത്രയും വർഷം. അപ്പോൾ അവരെ വിട്ട് ഇവരെ അടുത്ത് വന്നപ്പോൾ ഇവർക്ക് ഇരട്ടി വൈരാഗ്യമായി ഞങ്ങളുടെ കൂടെ, ദേഷ്യമായി. അപ്പം ഇത് കണ്ടപ്പോൾ പത്രത്തിലൊക്കെ കണ്ടപ്പോൾ ഓടി ഈ പത്രവും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇനിയിപ്പോൾ മറ്റേ ആരാ മഞ്ജു വാര്യർ പുള്ളിക്കാരിയൊക്കെ പോലെ ആയിപ്പോകും എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്ത് പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നു, ഒരു ആൽബം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ തലത്തിലേക്ക് ഇവരൊന്ന് ചിന്തിച്ചു. അന്ന് ആ ആൽബം ചെയ്തതിന് ശേഷം ഉള്ള കാര്യം ഞാൻ വന്നു. ഇവരെന്ത് ചെയ്തു? ഞങ്ങളടുത്ത് നിന്ന് വീട് മാറി, ഞങ്ങൾ അവിടെ നിന്നതെന്ന് അവർ മാറിപ്പോയി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ ഞങ്ങളെ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ദ്രോഹിച്ചതുപോലെ ഈ വ്യക്തി, ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. മനസ്സിലായി? മാറ്റി ഞങ്ങൾ തിരിച്ച് പിന്നെയും അവിടേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം ഇവർ തിരിഞ്ഞു നോക്കുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ച് രാത്രി തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഞങ്ങൾക്ക്. ഫർണിച്ചർ എല്ലാം പറക്കി, ആളുകൾ നിർത്തി പറക്കി ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് നേരെ അവിടെ നിന്ന് പാപ്പനോട് കരമനയുടെ അടുത്തൊരു വീടെടുത്തു. അവിടെ കൊണ്ടാക്കി എന്നിട്ട് അവിടെ കൊണ്ടാക്കി ഇവർ തിരിച്ച് സാധനം എല്ലാം വാങ്ങിച്ചു തന്നു. എല്ലാവരും സെറ്റ് ചെയ്തു വന്നു നിന്നു. എല്ലാം കഴിഞ്ഞ് നിന്നപ്പം എന്നിട്ട് ഒരു ദിവസം ഇവരൊരു വരൊക്കെ വന്നു. അപ്പം ഇവരുടെ ഉദ്ദേശം, അപ്പം ഇവിടെ നിന്ന് അവിടെ കൊണ്ടിട്ടിട്ട് ഇവരുടെ മകന് ഇത് വന്നല്ലോ, ഈ ഇതിലൊക്കെ വന്നല്ലോ. അപ്പം ഇങ്ങേർക്ക് ഇതിൽ വന്നപ്പോൾ തൊട്ട് ഇവർക്ക് വെപ്രാളം തുടങ്ങി. ഇവർക്ക് ഈ വെപ്രാളം തുടങ്ങേണ്ട കാര്യം എന്തുവാണ്? അതിൽ പത്രത്തിൽ വന്നതെന്ന് പറയട്ടെ. ഇയാളുടെ വിഷയം അച്ഛനെ പോകുന്ന കാര്യം വേണ്ടി വരും. അല്ലെങ്കിൽ ഇവളിങ്ങി പുറത്തൊക്കെ പോയി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും പ്രശ്നം. അങ്ങനെ അവിടെ കൊണ്ടിട്ടിട്ട് വന്നു. പെണ്ണ് ആലോചിക്കാൻ അവരുടെ മകന് വേണ്ടിയിട്ട് ആലോചിക്കാൻ വേണ്ടി ഈ രാജേന്ദ്രനും ഭാര്യയും കൂടെ കൊണ്ട് വീട്ടിൽ വന്നു. അപ്പോഴെൻ്റെ അച്ഛനും അമ്മയും ഞാനും ഫോട്ടോ ഫ്രണ്ടിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ ഫോട്ടോ കാണുമ്പോൾ ഇവർക്ക് പ്രശ്നമാണ്, ഭയങ്കര ടെൻഷനാണ്. കാരണം വേറൊന്നുമല്ല, മരിച്ച സമയത്ത് ഈ ഞാൻ പറഞ്ഞ ആ ടേബിളിൻ്റെ അടുത്ത് ഈ തൂക്കിയിട്ടിരുന്ന ഈ ഫോട്ടോയാണ്. ഞാനും എൻ്റെ അമ്മയും അച്ഛനും കൂടെയുള്ള കുഞ്ഞായിട്ട് ഞാൻ വേണ്ടിയിരിക്കുന്നത് ഈ ഫോട്ടോയാണ് അവിടെ ഇരിക്കുന്നത്. ഈ ഫോട്ടോ കാണുമ്പോൾ ഇയാൾക്ക് കുഴപ്പമാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു മാറ്റി, ഇതെന്തിനും നിങ്ങൾ ഇവിടെ തൂക്കിയിട്ടേക്കുന്ന, ഇതിനെ എടുത്ത് അകത്തുകൊണ്ട് തൂക്കിയിടണം. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുന്നതാണ്, അപ്പം അങ്ങനെ മരിച്ചു പോയതാണ്, അപ്പോൾ അങ്ങനെ ഇട്ടുകൂടാ, ഇത് ഇവിടെ ഇടയിൽ നല്ല അകത്തുകൊല്ലം കൊണ്ടുവയ്ക്കും, ഇങ്ങനെയാണ് വന്നിട്ട് സംസാരിക്കും. അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ല. എൻ്റെ അച്ഛനെ ഫോട്ടോ എൻ്റെ പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല. ഞാനിങ്ങനെ കേട്ടു
ആളുടെ ഡ്രീംസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പറ്റില്ല. ഇത് കേട്ടോടനെ ഇവരുടെ ഇതൊന്നും മാറി. പിന്നെ വെല്ലുവിളിയായി. ഇവരങ്ങ് ഇറങ്ങിപ്പോയി, ദേഷ്യം കൊണ്ട് ഇറങ്ങിപ്പോയിട്ട് ഇയാൾ ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ദിവസം വന്ന് സന്ധ്യയ്ക്ക് പോകും. ഞാൻ നാമജപിച്ചുകൊണ്ടിരിക്കുന്നു. വന്നിട്ട് നീ ഡിഗ്രി എടുത്ത് കാണിയിട്ട് ഞാൻ മോതിരി എടുത്ത് തരാം, നീ ഡിഗ്രി എടുത്ത് കാണിക്കും. അതിൻ്റെ അടുത്തൊന്നും പറഞ്ഞു, എനിക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് തരാം, എനിക്ക് ജോലി വാങ്ങിച്ചു തരാം, നീ ഇനി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കർണാടക വരെ പോയാൽ മതി, 75,000 രൂപ കൊടുത്താൽ മതി, സർട്ടിഫിക്കറ്റ് കിട്ടും, എടുത്ത് തരാം. പുള്ളി കമ്മ്യൂണിസ്റ്റാണ് കേട്ടോ, കമ്മ്യൂണിസ്റ്റുകാരെ സ്വന്തം ആളാണ്. എന്തുണ്ടെങ്കിലും സഹാവേ അവിടെ എന്താണ് എന്ന് വിളിച്ച് ചോദിച്ചു. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ എൻ്റെ അമ്മൂമ്മയുടെ മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന മറ്റേ കോട്ടയുണ്ടല്ലോ, അതും വാങ്ങിച്ചുകൊണ്ട് പോയി പല കാര്യങ്ങളും നടത്തുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ സൂര്യധാരയ്ക്കും അത് വശമാണ് കേട്ടോ. സൂര്യധാര അത് നിങ്ങളിൽ നിന്ന് പഠിച്ചതാണ്, അതൊക്കെ പഠിച്ചതാണ്. കൊച്ചിയിൽ ഒരു കാര്യത്തിന് ഞാനതിങ്ങനെ ചെയ്തു കേട്ടോ, അതെനിക്ക് പ്രയോജനപ്പെട്ടു. വില്ലന്മാരാണെങ്കിലും നമുക്ക് അതിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ മിലിറ്ററി കോട്ടയല്ല, മാജിക് മൂവ്മെൻറ്റ് അതാണ് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ അപ്പം അത് പറഞ്ഞപ്പോഴാണ് ശരി. അപ്പോൾ അങ്ങനെ ദൈവം വന്നിട്ട് ഇവർക്കൊന്ന് ദേഷ്യമായി, കല്യാണം നടത്താൻ പറ്റില്ല, ഇപ്പം നടക്കില്ല, അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഇവർക്കൊന്ന് ദേഷ്യമായി. ഇവരങ്ങ് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്ന് എന്നെ വെല്ലുവിളിച്ചു, നീ ഡിഗ്രി എടുത്ത് കാണിയത് ഞാൻ മോഹിനി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചു. അന്നാണ് യഥാർത്ഥ തനി സ്വഭാവം ഇവരെന്താണ്, ശത്രുവാണോ മിത്രമാണോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. സോ പിന്നീട് ഞങ്ങൾ നിരീക്ഷിച്ചു. ഞങ്ങൾ അമ്മ പഠിക്കുകയോ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ. ഞാനപ്പോൾ ഈ സമയത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആൽഫ മേരി എന്ന് പറഞ്ഞൊരു ഏജൻസി ഏൽപ്പിച്ചിരുന്ന സമയമായിരുന്നു. റഷ്യയിൽ പോകാനായിട്ട്, അതായത് പുറത്തു പോയി മെഡിസിൻ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വല്യമ്മ എന്ന് പറഞ്ഞ വിശേഷനെ കാണുന്നു. സോ വില്ലത്തി, അപ്പം വില്ലത്തിയെ കാണാൻ വേണ്ടി പോയപ്പോൾ വില്ലത്തി പറഞ്ഞു, ഇവിടെ പഠിപ്പിക്കേണ്ട ആവശ്യം എന്തുവാ, വല്ല കൂലിപ്പണിക്കാരനും വല്ല കെട്ടിച്ചു കൊടുത്താൽ പോലെ, അവനാകുമ്പോൾ കൊണ്ടുപോയി. അപ്പം കൂലിപ്പണി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ജോലിയൊന്നുമല്ല, കുറഞ്ഞ കാര്യമൊന്നുമല്ല. ഇപ്പോൾ കൂലിപ്പണിക്കാരന് നല്ല കാശുള്ള സമയം. പക്ഷേ അതല്ല അവരുടെ ആ ഒരു അവരുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇടിവ്, ആ ഒരു ക്രൂരതയെ, ആ ഒരു ഇതുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പോരെ, എന്തിനാ നീ ഇത്രയും നീ കഷ്ടപ്പെടേണ്ട കാര്യം തോന്നുന്നു, പഠിപ്പിക്കേണ്ട കാര്യം തോന്നുന്നു. അവരുടെ മക്കള് അയർലൻഡിലാണ്, 2 മക്കളുണ്ട്. അപ്പം ഷിബി എന്നും പറയും, പിന്നി എന്നും പറയും. ഷിബി എന്ന് പറയുന്ന മകനാണ്. അപ്പം മകൻ അയർലൻഡിലാണ്. ഇപ്പോൾ ഒരു നേഴ്സിനെയും വിവാഹം കഴിച്ച് അവിടെ സെറ്റിൽഡാണ്. അപ്പം എൻ്റെ പല്ലേസിനെ പോലെ തന്നെ മറ്റേ എന്തോ വരച്ച വരയിൽ നിൽക്കുന്നേ ഉള്ളൂ, എവിടെ വരയ്ക്കണമെന്ന് ഒരു തീരുമാനിക്കുമ്പോഴില്ല. അതേപോലെ തന്നെ നട്ടലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അനിയനിങ്ങനെ സംഭവിക്കത്തുമില്ലായിരുന്നു, അനിയൻ്റെ ഭാര്യയും മക്കളും ഇങ്ങനെ വിഷമിക്കത്തുമില്ലായിരുന്നു, ഇങ്ങനെയൊന്നും നടക്കത്തുമില്ലായിരുന്നു. മനസ്സിലായി, നട്ടലുള്ള ഒരു മനുഷ്യനാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിണറായി വിജയൻ സാർ കേൾക്കണുണ്ടോ? അതാണ് ശരി. താങ്കളെ അപേക്ഷിച്ചതൊന്നും അല്ല, താങ്കൾക്ക് ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, ശരി. അപ്പം ഇതാണ് നടന്ന കാര്യം. അപ്പം ഈ വലിയച്ഛനും ഈ പറഞ്ഞ വലിയമ്മ എന്ന് പറഞ്ഞ ഈ 2 വ്യക്തികളും ക്രൂരത ചെയ്തത്, ഈ ജ്യോതിഷ് പോയിട്ട് ചെയ്തത്. അപ്പം റഷ്യയിൽ പോകാനായിട്ട്, പുറത്തോട്ട് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് മെഡിസിൻ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. വല്യമ്മയുടെ മോൻ ഹോമിയോ ഡോക്ടറാണ്, മകൾ ഡോക്ടറാണ്, ശ്രീ ചിത്രയിലൊക്കെ വർക്ക്
അനിയൻ്റെ മകള് ബുദ്ധിമുട്ടുമ്പോൾ അവിടെ ഇരട്ടിയായിട്ട് സ്വന്തം മകൾക്ക് തന്നെ ബാധിക്കും. നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണെങ്കിലും ആ ഒരു തിരിച്ചറിവ് കുറച്ച് ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ലത്. ഇനി തിരിച്ചറിവൊന്നും ഉണ്ടാകത്തില്ല, കാരണം പലരെയും കാലം വന്ന് വിളിക്കാൻ സമയമായി. പിന്നെ ആര് നേരത്തെ പോകും എന്നും നമുക്കൊന്നും അറിയത്തില്ല. മറ്റേതാണില്ലേ സൂര്യ എന്ന് പറഞ്ഞൊരു കൊച്ചിപ്പം അഴിപ്പ് മേടിച്ച് മരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നു. ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിനും കൂടെ ചേർത്താണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളാം. വിചാരിച്ചോളാം, സൂര്യതാര എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാരണവശാലും മരണം സ്വയം വരിക്കത്തില്ല, മരണം സ്വീകരിക്കത്തില്ല. സൂര്യതാരയ്ക്ക് 74 വയസ്സ് വരെയാണ് ആയുസ് പറഞ്ഞിട്ടുള്ളത്. അത് എഴുതി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വില്ലന്മാരൊക്കെ ഇത്രയും കിടന്ന് തലകുത്തി മകനേക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നത്. ഇനി വല്ല ചെയ്യണമെന്ന് വല്ല ആഗ്രഹവും എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഈ വീഡിയോയിൽ താഴെ ഒരു കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ മുമ്പേ വന്ന് നിന്ന് തരാം. മനസ്സിലായോ? തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ കൊന്നു കാണിക്കണം എന്നും കൂടെ ഞാനിതിൽ വെല്ലുവിളിക്കുന്നു. ശരി, പബ്ലിക്കായിട്ട് നിൽക്കത്തുള്ളേ, പക്ഷെ ഒളിച്ചൊന്നും വരത്തില്ല. നിങ്ങൾക്ക് ഒളിച്ചിരുന്നാണല്ലോ കളിക്കുക. സൂര്യധാര എല്ലാം പബ്ലിക്കായിട്ടാണ്. നടുപോടി നിന്ന് കാണിച്ചു തരാം. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് വിറയ്ക്കും, കാരണം ആൾക്കാർ പബ്ലിക്ക് ശ്രദ്ധിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ അങ്ങനെ വരത്തില്ലെന്ന് എനിക്കറിയാം, അത് വേറെ കാര്യം. ശരി, അങ്ങനെ വല്ല ഇതുകൊണ്ടെങ്കിൽ പറ. പിന്നെ ബാക്കിയും കൂടെ കേൾക്കും പറയും. സൂര്യധാര സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് സൂര്യധാര ഇപ്പോഴും ജീവിക്കുന്നത്. ദൈവഹിതവും സൂര്യധാര ജീവിക്കണം എന്നുള്ളത്. നിങ്ങൾക്ക് സപ്പോർട്ട് പല വ്യക്തികളും ആയിരിക്കാം. എനിക്ക് സപ്പോർട്ട് എൻ്റെ അച്ഛനും എൻ്റെ മിക്കി പൂച്ച എന്ന് പറയുമ്പോൾ വെറും പൂച്ചയല്ല കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ജീവനോടെ ഉള്ളത്. സോ അതിൻ്റെ മുന്നിൽ നിങ്ങളൊന്നുമല്ല എന്ന് പറയേണ്ടി വരും ചില സമയത്ത്. ശരി, അപ്പം ഇത്രയും ഫ്രണ്ട്സും ഇത്രയും വീട്ടുകാരും ബന്ധുക്കളും ഉള്ള സ്ഥലത്ത് ശ്രീ പത്മനാഭൻ സ്വാമി കോവിലിൽ ഇല്ലാത്ത സ്വത്ത് ഇന്ന് ഈ ഭൂമിയിൽ ഇല്ലെന്ന് പറയും. പക്ഷെ ആ സ്ഥലത്ത് സൂര്യതാര പട്ടിണി കിടന്ന സ്ഥലം, എല്ലാവരും ഉണ്ടായിട്ട് ഒറ്റപ്പെട്ട അനുഭവിച്ച 10 വർഷം മുന്നേ അനുഭവിച്ച സ്ഥലം. അത് തിരുവനന്തപുരത്തുകാർക്ക് ഒരു അപമാനം തന്നെയാണ്. മനസ്സിലായത്? അത് വരുത്തി വെച്ചത് ഈ ജ്യോതിഷ് പോറ്റിയും ഈ പറഞ്ഞതുപോലെയുള്ള രാജേന്ദ്രനും ഈ പറഞ്ഞുള്ള വ്യക്തികളാണ്. അത് മനസ്സിലാക്കുക. NSS കരയോഗം കാര്യം മനസ്സിലാക്കുക. മനസ്സിലായോ? സൂര്യധാര ഇനി എന്ത് വന്നാലും NSS കരയോഗത്തിൽ ചേരത്തില്ല, അംഗത്വം എടുക്കത്തില്ല. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ ഇവനെ പോലെയുള്ള ഇതേപോലെ കൊന്ന് രസിക്കുന്ന പിശാചുക്കൾക്ക് വേണ്ടിയുള്ള കരയോഗമാണ്. കാരണം നിങ്ങൾ അവരെയാണല്ലോ സപ്പോർട്ട് ചെയ്തത്, അവർക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ്റാനിക്കരയിൽ നിന്ന് ഏറ്റുമാനൂരിൽ നിന്ന് പല സ്ഥലത്തു നിന്നുള്ള വണ്ടികൾ എന്നെ ഫോളോ ചെയ്ത് വന്നു. അവസാനം ഈ ഫോളോ ചെയ്ത് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പുറകെ വിട്ടു. വിവരങ്ങൾ അറിയാനും ഇത് ചെയ്യാനും കുറച്ച് പേരെ പറഞ്ഞു വിട്ടേക്ക്, കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അവസാനം ഈ വണ്ടി നമ്പർ നോക്കിയാണ് ഇയാൾ പറയും, വണ്ടി നമ്പർ നോക്കിയാണ് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നെങ്കിൽ വണ്ടി നമ്പർ നോക്കുക. വണ്ടി അവിടെ ഉണ്ടെങ്കിൽ ആളവിടെ ഉണ്ട്, ഉറപ്പാണ്. അവിടെ ചെന്ന് ആരുമായിട്ടാണ് കണക്ഷൻ, അവിടെ ചെന്ന് നുണ പറയും. പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോൾ അവർ വേറെ രീതിക്കാണ് അവർ പെരുമാറുന്നത്. അങ്ങനെ വ്യക്തിബന്ധങ്ങൾ തകർക്കുക. ഇതൊക്കെ സിനിമയിൽ പോലും നടക്കുന്ന കാര്യങ്ങളല്ല, അത് മനസ്സിലാക്കുക. സിനിമയിൽ പോലും ഇതേപോലെയുള്ള എഴുതി കാണില്ല ഇന്നേ വരെ. മനസ്സിലായോ?
കാശ് പറ്റി ഞങ്ങളെ പുറകെ നടത്തി ഇതിൽ ഇൻവോൾവായ സകലരും മനസ്സിലാക്കുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അതിൽ ഇൻവോൾവായ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഒരു റിസോർട്ട് കിട്ടാൻ എന്തുമാത്രം എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇത് വേണം, അതിന് അത്രയും തരത്തിലുള്ള തെളിവുകൾ എല്ലാവരുടെ പക്കലും നിങ്ങളുടെ സകല തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പക്കലില്ല, അത് എത്തേണ്ട ആൾക്കാരുടെ പക്കൽ അതുണ്ട്. നിങ്ങളുടെ നൃത്തിയോടെ ഉണ്ടായിരിക്കാം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ഓരോരുത്തരും ഉപദ്രവിക്കാനൊക്കെ. പക്ഷെ അതൊക്കെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു വ്യക്തി വന്നൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ലാസ്റ്റ് ഈ വണ്ടി നമ്പർ നോക്കിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്കൂട്ടറിനെ എങ്ങും കൊടുത്തു. ദേവിക്ക് നേർന്നാണ് ഞാൻ ആ സ്കൂട്ടർ കൊടുത്തത്. ഞങ്ങൾ FICTയുടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്തു, രണ്ടാമത്തെ സ്കൂട്ടർ അതെടുത്ത് ഞാൻ കൊടുക്കാൻ കാരണമേ അതുകൊണ്ടാണ്. മനസ്സിലായോ? വണ്ടി നമ്പർ നോക്കി തുരന്ന് പിടിച്ച് പല സ്ഥലങ്ങളിൽ എറണാകുളത്ത് ഇനി നടക്കാൻ ഒരു സ്ഥലവും ഇല്ല. പുറകെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആദ്യം വായിച്ച് ചെയ്തിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു വ്യക്തിയോട് ഇത് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണ്, ഞങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് വരുന്നെങ്കിൽ അവിടെ ചെന്ന് അവരെ പറഞ്ഞ് എന്ത് തരത്തിലുള്ള നുണം പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ വേറെ രീതിയിലാക്കി അത് പിന്നീട് അവർ ബിഹേവ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കില്ല. മനസ്സിലായോ? ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം റിയാലിറ്റിയാണ്, സിനിമയല്ല, ജീവിതവും. ഇത് ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ടും ഒരു വ്യക്തികളെ കൊണ്ടും എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, ഉപദ്രവമേ ഉണ്ടായിട്ടുണ്ട്. ഉമാ തോമസ് തൃക്കാക്കര ജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തിയാണ് ഞാൻ. അവരുടെ അടുത്ത് ഒരു ആവശ്യമായിട്ട് ചെന്നൊരു വ്യക്തിയാണ് എൻ്റെ അമ്മ. അപ്പോഴവരുടെ യഥാർത്ഥ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ അമ്മ നിൽക്കവേ ജോലിക്കാരിയെ അത് കൂടുതൽ ഇത് വെച്ചു, എന്താ പറയുക, കറി വെച്ചു എന്നവർ തമിഴ് സ്ത്രീ സെർവൻ്റ് അവർ കൂടുതൽ കറി വെച്ചു. എന്തിനീ കൂടുതൽ കറി വെച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ ഇനി പറയാനൊന്നുമില്ല, ഫുഡ് കഴിക്കായിരിക്കും പിന്നെ അമ്മേൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഇപ്പോൾ എന്ത് പച്ചപ്പിള്ള, അതായത് നമ്മുടെ എന്താ പറയുക, മാധ്യമങ്ങൾ വരുമ്പോൾ പാല് കുടിക്കത്തില്ല പൂച്ച കണ്ണടച്ച്. വീട്ടിൽ ചെല്ലണം ബിഹേവിയർ അറിയണമെങ്കിൽ. പിന്നെ ആ കുഞ്ഞിൻ്റെ അവർക്കും ആ ഒരു പിഞ്ചു കുഞ്ഞ് ആ ഉപയോഗം പോലും കണ്ടില്ല ജനിച്ചിട്ട്. അപ്പം ഇങ്ങനെ ഈ നുണ, അതാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ ഒരു അതാണ് ഇന്നിപ്പോൾ ഈ നമ്മുടെ സൊസൈറ്റി വിശ്വസിക്കുന്ന നുണകളാണ്. സത്യങ്ങൾ വിശ്വസിക്കുന്നത്, സത്യങ്ങൾ മൂടിവെക്കപ്പെടും. സൊസൈറ്റി വിശ്വസിക്കുന്ന നുണകളാണ്. അതുകൊണ്ടാണ് ഇവരെ പോലെയുള്ളവർ വളർന്ന് പന്തലിക്കുന്നത്. ഇപ്പം അവർക്കേ കാലമുള്ളൂ. ഈ രാജേന്ദ്രനെ ഈ പറഞ്ഞ ജ്യോതിഷ് പോറ്റി പോലെയുള്ളവർക്ക്, പോറ്റി എന്ന് പറയാൻ പിന്നെയും പറയുന്നത്, കാരണം ജ്യോതിഷ് അവനെ പോലെയുള്ളവർക്ക് കാലം അതുകൊണ്ടാണ്. മനസ്സിലായി? കാരണം അവൻ എങ്ങനെയാണെങ്കിലും, അവനെ കൊന്നാണെങ്കിലും, ആരെ ഒറ്റിക്കൊടുത്താണെങ്കിലും അമ്മയും മകനെയും കൂടെ കളിച്ചു കളയും. മകനെ രക്ഷപ്പെടുത്താൻ അമ്മ സഹോദരനെ കൊലയ്ക്കും. അതാണ് അവിടെ നടന്നത്. അതിൽ ഗുണം ചേട്ടൻ്റെ ഈ സുബുവിൻ്റെ ഭാര്യ, ചേട്ടത്തി, സുബുവിൻ്റെ ഭാര്യ, എല്ലാവരും ഇവരെല്ലാവരും കൂടെ ഒത്തു വിളിച്ചപ്പോൾ, അതായത് എൻ്റെ വല്യച്ഛൻ്റെയും വല്യമ്മ എന്ന് പറയുന്ന അവതാരത്തിൻ്റെ 2 പേരുടെ ഈ പറഞ്ഞ ശാന്ത ഇവർ ഒരുപാട് പേർക്ക് എൻ്റെ അച്ഛൻ്റെ മരണം കൊണ്ട് പ്രയോജനമുണ്ടായി. സോ ആ പ്രയോജനത്തിൽ ഞങ്ങളെ സാക്രിഫൈസിൽ നിങ്ങൾ ജീവിക്കുന്നു ഇപ്പോഴും. അപ്പോൾ എന്നാലും ഇത്രയൊക്കെ വില്ലത്തിന് ഒപ്പിച്ചിട്ട് ആൾക്കാർ അറിയണ്ടേ, നിങ്ങൾ കാണണ്ടേ, ലോകം അറിയട്ടെ, നിങ്ങളെ അറിയണമല്ലോ ലോകം. ഇപ്പം ഒരുത്തനെ ഫുൾ ബോംബിട്ട് കൊന്നവനെയും ലോകം അറിയണുണ്ട്.
ശരിക്കുള്ള ഗുണ്ടകളുണ്ട്, ശരിക്കും ഗുണ്ടകൾ. അതൊന്നും ഗുണ്ടകളല്ല, മനസ്സിലായോ? മുംബൈയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഇവിടെ നമ്മുടെ ചെന്നൈയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെയുള്ള ഗുണ്ടകളുണ്ട്. ഇവരെയൊക്കെ വെല്ലുന്ന ഗുണ്ടകൾ. ശരിക്കും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഗുണ്ടകളുണ്ട്, മനസ്സിലായോ? ഗുണ്ടകളാക്കി തീർത്തിട്ട് ഈ സംഭവമാണ് പറയേണ്ട കാര്യം. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പം ബാക്കി അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് ഇവിടെ വില്ലന്മാർ. സോ ഇപ്പം വില്ലന്മാര് ഇതൊക്കെയാണ് കാര്യം. അപ്പം എൻ്റെ അച്ഛൻ്റെ നാളത്തെ ദിവസം, മരിച്ച ദിവസത്തിന് എനിക്ക് സമർപ്പിക്കാൻ പറ്റിയ വീഡിയോ ഇതാണ്. സോ ഇതിന് കാരണക്കാരായ ജ്യോതിഷ് കോറ്റി എന്ന് വിളിക്കുന്ന കള്ളപ്പുലി, അദ്ദേഹം എന്ന് പറയുന്ന ആ വ്യക്തി വെറും നിരീശ്വരവാദിയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിരീശ്വരവാദിയെ അമ്പലത്തിൽ പൂജാരിയായിട്ട് എടുത്തവനെ ആദ്യം അടിച്ചു കൊല്ലുമെന്ന് ഞാൻ പറയും. ആ അമ്പലത്തിൽ കയറി ഇരുന്നുകൊണ്ട് താമ്പൂല പ്രശ്നമെന്ന് പറഞ്ഞ് വീട്ടിൽ ഇത് നോക്കിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷ് കോറ്റിയുടെ അടുത്ത് പോണ വ്യക്തികൾ എല്ലാവരും കരുതിയിരുന്നോളുക. ഈ വീഡിയോയിൽ ഞാൻ പറയുവാണ്, അവരെ ബന്ധുവാണ്, അവരെ റിലേറ്റീവാണ്. ഞങ്ങളെപ്പറ്റി ഇനി വേണ്ട ഞങ്ങളെപ്പറ്റി ഇനി പറയാൻ ഇനി ഒന്നുമില്ല ഈ കുടുംബം, മനസ്സിലായോ? ഈ ശാന്ത എന്ന് പറയുന്ന ഇവരുടെ അമ്മ, നിങ്ങൾ ഏത് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾ കമന്ന് കിടന്നാലും നിങ്ങൾക്ക് മരിക്കുമ്പോൾ മോക്ഷം കിട്ടത്തില്ല, മനസ്സിലായോ? നിങ്ങൾ എത്ര വായിച്ചിട്ട് നിങ്ങൾ രാമായണം വായിച്ചാലും കാര്യമില്ല. നിങ്ങൾ ചെയ്ത പ്രവൃത്തി, ഇദ്ദേഹത്തിനെ വിശ്വസിച്ച് ഈ അമ്പലത്തിൽ പോകുന്നവരും ഈ താമ്പൂല പ്രശ്നം വയ്ക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്നവർ, നിങ്ങൾ മനസ്സിലാക്കുക, ഇദ്ദേഹം ഒരു വലിയ നിരീശ്വരവാദിയാണ്. വിദ്യാഭ്യാസം ഒട്ടുമില്ല, എഴുതാൻ പോലും അറിയത്തില്ല, നിരീശ്വരവാദിയാണ്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തൊഴുതുകൊണ്ട്, ഞാനിപ്പോൾ തൊഴുതു ആവശ്യമില്ലാത്ത വിനയം, ഞാൻ ഓവർ വിനയമൊന്നും ഞാൻ കാണിക്കില്ല. ഞാൻ എന്താണ് അതുപോലെയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് വേറൊരു ഫേസ്, നിങ്ങളെ ഫേക്ക് ഫേസ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചില്ല. തൊഴുതുകൊണ്ട് പല രാഷ്ട്രീയ കാര്യം കാണിക്കുമ്പോൾ തൊഴുതുകൊണ്ട് നിങ്ങളെ മനസ്സിൽ ചീത്ത പറയുന്ന, അല്ലെങ്കിൽ തൊഴുതുകൊണ്ട് നിങ്ങളുടെ കഴുത്തറക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു മനുഷ്യനും പറഞ്ഞു തന്നതല്ല, എനിക്കൊരു മനുഷ്യനെ ഉപദ്രവിക്കണമെന്നില്ല, ഒന്നുമില്ല. ഇതെൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൽ 101% എവിഡൻസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഞാൻ എടുത്തു പറയാം. അപ്പം ഇവരുടെ ചതിയിൽ വീഴരുത്. ബാലരാമപുരത്തിൽ ഇത്തിരിയെങ്കിലും മനസ്സാക്ഷിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നിഷ്കളങ്കരാണ്. നിങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നത് ഈ പോറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന വ്യക്തി. ഒരു സഹോദരൻ വേറൊരു സഹോദരനുള്ളത് അവർ പറയത്തില്ല, ശാന്ത പറയത്തില്ല. കാരണം അവർ അങ്ങനെയാണ് എൻ്റെ അച്ഛനെ പറ്റി ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, പറഞ്ഞുണ്ടാക്കി എന്നാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, മനസ്സിലായത്? എൻ്റെ അച്ഛന് യാതൊരുവിധ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലായിരുന്നു. ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ അവസാനം വരെ നിന്ന മനുഷ്യനാണ്, മനസ്സിലായത്? ഞങ്ങളെ കൊണ്ട് പുറത്തു പോകാൻ റെഡിയായിട്ട് നിന്നതാണ്. അപ്പം എനിക്ക് ഞാൻ കയറി വന്നപ്പോൾ എനിക്ക് കുഞ്ഞിലേ തന്ന ആ ഒരു ഗിഫ്റ്റ് തന്നെ നിങ്ങൾ ഈ ജന്മം മുഴുവൻ എനിക്ക് തന്ന ഇതാണ്. പിന്നെ എന്തിനു നിങ്ങൾ പിന്നെയും വീണ്ടും അതിൻ്റെ മിതയ്ക്ക് നിങ്ങൾ ചെയ്യും. പിന്നെ പൂച്ചയെ കൊന്ന് വീട്ടിൻ്റെ നടയിലിടുന്ന പരിപാടി, ഇത് ഞാൻ ഈ FACT വെച്ചു ഇത് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ഇന്നലെയും കാണാൻ തുടങ്ങിയ കാര്യമല്ല.
പൂച്ചകൾ, കുഞ്ഞു പൂച്ചകളൊക്കെ ആയി. അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞങ്ങൾ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിൽ രാവിലെ ഉണർന്ന് നോക്കുമ്പോൾ, എണീറ്റ് നോക്കുമ്പോൾ അടുത്തുള്ള നമ്മളെ വീട്ടിലൊക്കെ വന്ന് കൂടിയിരുന്ന അടുത്തുള്ള പൂച്ചകൾ മൂന്ന് പൂച്ചകളെ വരെ കൊന്ന് ഇങ്ങനെ നടക്കിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് കരുതി പട്ടി വല്ലതും ആയിരിക്കും പിടിക്കുന്നു, അല്ലെങ്കിൽ വേറെ വല്ലതും ആയിരിക്കും, ജീവികൾ പിടിച്ചതായിരിക്കും. പക്ഷേ ഇത്ര നല്ല അടുക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ വല്ലതാ മൂന്നും. ഈ പറഞ്ഞ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പൂച്ചകളെ ഇഷ്ടമല്ല. പൂച്ചകളെ പോയിട്ട് ഒരു മൃഗത്തിന് ഇഷ്ടമല്ല. അവർക്കൊരു പട്ടി ഉണ്ടായിരുന്നു. ലാസ്റ്റ് അതിൻ്റെ ഗതി അവരെ വീട് മുഴുവൻ കാത്തു സൂക്ഷിച്ചിട്ട് ആ പട്ടിയെ അവസ്ഥ ഈ പറഞ്ഞതുപോലെ തന്നെ, മനുഷ്യൻ്റെ അവസ്ഥ പോലെ തന്നെ. അവരെ സംരക്ഷിക്കണവരെ അവർ ഇങ്ങനെ അങ്ങനെയാണ്. അതേപോലെ തന്നെ ആ പട്ടിയുടെ അവസ്ഥയായിരുന്നു. അവസാനം അത് ഷെൽട്ടർ പോലും ഇല്ലാതെ എവിടെയോ കൊടുത്തള്ളിയ ഒരു വീട്. അതിപ്പം ഇല്ല, ജീവനോടെ ഇല്ല, പൂണോ. ഞാൻ കുഞ്ഞിലെ കണ്ടു ആ വീട്ടിലേക്ക്. ഇവർ പോകുമ്പം ഇതിനെ നമ്മളെ ഏൽപ്പിച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കാനായിട്ട്. അപ്പം അതിനോട് പോലും കാണിക്കാത്ത ഇത് ഒരിക്കലും ഒരു പൂച്ചയോട് കാണിക്കത്തില്ല. പിന്നെ മാനസിക വൈകല്യങ്ങളാണ്. മനസ്സിലായോ? അപ്പം സ്നേഹം കൊടുക്കുന്ന സാധനങ്ങൾ, വ്യക്തികൾ, പൂച്ച, പട്ടി അല്ലെങ്കിൽ മൃഗങ്ങൾ. പിന്നെ മനുഷ്യനെ കൊന്നിട്ട് നിൽക്കണവന് ഇതൊന്നും അല്ല. ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി പ്രോപ്പറായിട്ടുള്ള മെൻ്റലി മാനസിക ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടെടുക്കുക. ഇനി ഇത്രയും പഴകിയുണ്ട് ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും ഈ ഇടയ്ക്കും ഇപ്പോഴും ഒരു സംഭവം നടന്നു. ഇപ്പോഴും ഒരു പൂച്ചയെ കൊണ്ട് കൊന്നു നടക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ പണ്ടേ കാണുന്നതാണ്. അപ്പം എനിക്കറിയാം അത് ചെയ്യുന്നെങ്കിൽ ആരായിരിക്കും. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്ന വ്യക്തി എവിടെ നിന്നായിരിക്കും, ഏത് വഴിക്കാണെന്നോ ആരാണെന്നോ എനിക്കറിയാം. മനസ്സിലായോ? അപ്പം 3-4 പൂച്ചകളെ കൊണ്ടിങ്ങനെ നടക്കി കൊന്നിട്ട് നിങ്ങൾ എന്തിനീ പൂച്ചകളെ കൊന്ന് കാണിക്കും? ഞാൻ വന്ന് മുന്നേ നിന്ന് തരാം. മനസ്സിലായേ? ഞാൻ വന്ന് മുന്നേ നിന്ന് തരാം. ഞാനും അല്ല എൻ്റെ അമ്മയും രണ്ടുപേരും വന്ന് മുന്നേ നിന്ന് തരാം. മനസ്സിലായോ? തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ കൊല്ലണം നീ. മനസ്സിലായോ? പൂച്ചേനെയും പട്ടികളെയും മൃഗങ്ങളെയും കൊന്ന് ഒരു പശുവിനെ ഇതേപോലെ 7:30 ഞങ്ങൾ പോയ വീടാണ്. ഞങ്ങളവിടെ അവർ പാല് കൊടുത്തുകൊണ്ടിരുന്ന കന്നുകുട്ടി. ആ ഏരിയയിലുള്ള 3 പശു, ഞാൻ അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് ആ ഏരിയയിലുള്ള 3 പശുവിനെയാണ് കൊന്നത്. പശുക്കുട്ടി അറിയാമോ? അപ്പം ഞാൻ മുമ്പേ വന്ന് നിന്ന് തരാം. തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ നീ ചെയ്യണം, നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അപ്പം ഇത് എൻ്റെ അച്ഛൻ്റെ വെല്ലുവിളിയായിട്ട് തന്നെ നീ എടുത്തോ. എൻ്റെ അച്ഛൻ്റെ വെല്ലുവിളിയായിട്ട് തന്നെ നീ എടുത്തോ. നിങ്ങളെടുത്തോ. നീയൊക്കെ ഇപ്പോൾ സുഖിക്കുന്നത് ഞങ്ങളെ സാക്രിഫൈസ് തന്നെയാണ്. പിന്നെ ആ സ്ഥലം അതാണ് അതിനി വരുമെന്ന് എത്ര പേരെ കൊണ്ട് നീ പറയിച്ചു. ആ സ്ഥലത്തിന് വരില്ലേ, ആ സ്ഥലത്തിന് വരില്ലേ, ആ സ്ഥലത്തിന് വരില്ലേ. എടാ, ആ സ്ഥലം ഞാൻ വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. മനസ്സിലായോ? അത് നീ മനസ്സിലാക്കുക. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കുന്ന കാലഘട്ടത്തോളം എനിക്കത് വേണ്ട. മനസ്സിലായോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. വേണമെന്ന് വെച്ചാൽ ഒന്നും അവിടെ ബാക്കി വെക്കത്തുമില്ല. അതെനിക്ക് കിട്ടി. ലക്ഷ്മി അല്ല ഈ പറയുന്നത്, സൂര്യതാരയാണ് ഈ പറയുന്നത്, ലക്ഷ്മി അല്ല. വർഷങ്ങൾ കടക്കുമ്പോഴെങ്കിലും എതിരാളിയായിട്ട് കാണുന്നെങ്കിൽ, നിങ്ങൾ അങ്ങനെ കാണുന്നെങ്കിൽ അവരുടെ കപ്പാസിറ്റി അളക്കാൻ പഠിക്കണം. ശത്രുവാണെങ്കിൽ കൂടെ. നല്ല തന്തയ്ക്ക് ജനിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ നിന്നെയൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായോ?
പിന്നെ ഇത് ഇത്രയും പറയുമ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഈ വീഡിയോ ഏകദേശം 1 hour കഴിഞ്ഞു തോന്നുന്നു. എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതിനി അടുത്ത വീഡിയോയിലേക്ക് ആക്കാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ബാലരാമപുരം കാര്യം മനസ്സിലാക്കുക, തിരുവനന്തപുരം കാര്യം മനസ്സിലാക്കുക. തിരുവനന്തപുരത്തിൽ നിന്ന് സൂര്യധാര വന്നപ്പോൾ സൂര്യധാര തിരുവനന്തപുരം വിട്ട് എറണാകുളത്താണ് സൂര്യധാര ജീവിച്ചത് 10 വർഷം കൊണ്ട്. സൂര്യധാര 10 വർഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. പിന്നെ സൂര്യധാര തിരുവനന്തപുരം വിട്ട സമയത്ത് തന്നെ സൂര്യധാര അവിടെ ആയിട്ടുള്ള സകല റിലേഷനും ഉപേക്ഷിച്ച് തന്നെയാണ് വന്നത്. എല്ലാവരുടെ കരിനിറവും കണ്ടിട്ട് തന്നെയാണ് സൂര്യധാര വന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എറണാകുളത്ത് വന്നിട്ട് ഷോ കാണിക്കുക. ഇവര് തിരുവനന്തപുരത്തുകാരാണ്, 10 വർഷം കൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് ആണ് താമസിക്കുന്നത്, അവിടെ വന്നിട്ട് തിരുവനന്തപുരത്തുകാരാണ്. ഞാൻ എവിടെയെങ്കിലും കോട്ടയത്ത് നിൽക്കുമ്പോൾ അവിടെ വന്നിട്ട് തിരുവനന്തപുരത്തുകാരാണെങ്കിൽ തിരുവനന്തപുരത്തുകാരെ തല കുനിക്കുന്ന കാര്യമാണ് ചെയ്തേക്കുന്നത്. ആ സ്ഥലം വേണ്ടാന്ന് വെച്ച് വിട്ടേടെ എന്നെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് സ്ഥാപിക്കണമെന്ന് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അവസാനമാണ്. ഞാനവിടെ വന്നാൽ നിന്റെയൊക്കെ അവസാനമാണ്. മനസ്സിലായോ? ഞാനവിടെ വന്നു ഇതിനിടയ്ക്ക് എൻ്റെ വർക്ക് ചെയ്യാൻ, മര്യാദക്ക് ഞാനവിടെ വന്ന് സീരിയൽ വർക്ക് ചെയ്തു. സീരിയൽ വർക്ക് ചെയ്തതിൻ്റെ അടുത്ത ദിവസം അവിടെ അമ്മയും മോളും അഹങ്കാരികളായി മാറി. സെറ്റിൽ ഒരു തരത്തിലുള്ള മിസ്ബിഹേവും കാണിക്കാതെ. എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. മനസ്സിലായോ?